സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ ചെറുപ്പം മുതൽ ഇതുവരെ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ത്രൂ ഇംപ്രഷൻസ്, ത്രൂ വേരിയസ് ഫീലിങ്സ്, ത്രൂ വേരിയസ് കമ്മ്യൂണിക്കേഷൻസ്, ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി എത്ര ഡ്രീംസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഡ്രീംസ് എന്തൊക്കെ രീതിയിൽ നമ്മൾ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണോ ജന്മം എടുത്തിട്ടുള്ളത് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പാരൻറ്റിങ് സിസ്റ്റം, ഒരു സൊസൈറ്റി. അതിൽ നിന്ന് മാറി തിരിച്ചു വന്നിട്ട് വേണം ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എടുത്തിട്ട് അവർക്ക് ആക്ച്വൽ ലൈഫ് പർപ്പസ് കണ്ടെത്താനായിട്ട്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കരുത്, ബുക്കുകൾ വായിക്കരുത്, പാട്ട് കേൾക്കരുത്, നമ്മളിവൻ മറ്റൊരാളെ നോക്കി ചിരിക്കുകയോ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയോ പാടില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് പുതിയ ഇൻപുട്സ് ഇട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരാഴ്ച മുമ്പുണ്ടായിരുന്ന മൈൻഡാണോ എൻ്റെ ഇന്നത്തെ? പോട്ടെ, ഇന്നലെ ഉള്ള മൈൻഡാണോ എൻ്റെ ഇന്ന്? തീരുമാനങ്ങൾ ആൾക്കാർ മാറുന്നില്ല. ഇവൻ ട്രംപിൻ്റെ പോലും തീരുമാനങ്ങൾ അടിക്കടി മാറുന്നത് നമ്മൾ കാണാറില്ല, ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ. പക്ഷേ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ സൈക്കോളജിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ സൈക്കോളജി എന്നുള്ള വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പഞ്ചസാര നേരിട്ട് കൊടുത്തിട്ട് തിന്നാൻ പറ്റില്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ രൂപത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ശരീരത്തിൻ്റെ വേദന ഒരു സെൻസേഷനായിട്ടാണ് വരുന്നത്, അല്ലേ? അപ്പം ഇത് മനസ്സിലാണോ ഈ ശരീരത്തിലെ വേദനയാണോ ആദ്യം കളയേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, കാരണം മനസ്സിലുള്ളതിനേക്കാൾ ചില സാധനങ്ങൾ നമ്മുടെ ബോഡിയാണ് നമ്മളതിനെ ആക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, റിമൈൻഡ് ചെയ്യുന്നത്. നമുക്ക് ട്രൂ പർപ്പസ് അറിയണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്നായിട്ട് നരകിക്കണം. വെൽക്കം ടു ഗ്രോ ടോക്സ്. നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണക്കാരൻ നമ്മളല്ല. ഞാനിത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. നമ്മളിവിടെ ഈ ഒരു ഭൂമിയിൽ ഈ ഒരു ജീവിതം ജീവിക്കുമ്പോൾ ദർ ഇസ് എ പർപ്പസ് ഫോർ ഇറ്റ്. അതിനു വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ നമ്മളറിയാതെ ശ്രമിക്കുന്നത് എങ്കിൽ ദാറ്റ് ജേർണി ഈസ് ഗോയിങ് ടു ബി വെരി ടഫ്. അപ്പോൾ നമ്മുടെ ലൈഫ് പർപ്പസ് അറിഞ്ഞിട്ട് നമ്മൾ ജീവിച്ചാലോ ആ ലൈഫ് അടിപൊളിയായിരിക്കും. യു വിൽ എൻജോയ് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഇൻ യുവർ ലൈഫ്. അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കൺഗ്രാറ്റ്സ്. അതർവൈസ് നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് മുഴുവനായിട്ട് കാണുക. നമ്മൾ ഒരുപാട് സീക്രറ്റ്സ് അൺലോക്ക് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു പോഡ്കാസ്റ്റിൽ. എന്താണ് ആക്ച്വലി ലൈഫ്, എന്തിനാണ് ലൈഫ്, എന്തൊക്കെയാണ് നമ്മൾ ഈ ലൈഫിൽ ചെയ്യേണ്ടത്, നമ്മൾ ഇതുവരെ ചെയ്ത് തന്നെയാണോ ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നത്, ഇതെല്ലാം നമുക്ക് കാണാം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു അതിഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മനോജ് കൃഷ്ണൻ എന്നാണ്. ഒരുപാട് വർഷത്തെ കോർപ്പറേറ്റ് ലൈഫ് കഴിഞ്ഞ് ഈ ഒരു മേഖലയിൽ, ഈ ഒരു സ്പിരിച്വാലിറ്റിയിലും യോഗയിലും കോച്ചിങ്ങിലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് മനോജിനോട് ചോദിക്കാം എന്താണ് ലൈഫ് പർപ്പസ് എന്നും എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടെത്താൻ സാധിക്കുമെന്നും. മനോജ്, വെൽക്കം ടു ഗ്രോ ടോക്സ്. യെസ്, നമസ്കാരം. മനോജിൻ്റെ ലൈഫ് പർപ്പസ് എന്താണ്? എൻ്റെ ലൈഫ് പേർപ്പസ് പറയുവാണെങ്കിൽ ഇവിടുത്തെ നമുക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ അത് എന്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നു അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും, അതേപോലെ തന്നെ അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കാം. ഇപ്പോൾ ഉള്ളൊരു ഒരു സർക്കിളുണ്ട്, വിഷ്യസ് സർക്കിളിലാണ് ആൾക്കാർ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ക്ലയൻസും, മിക്ക ക്ലയൻസും അങ്ങനത്തെ ഒരു സർക്കിളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയല്ല, അവരെ കൊണ്ട് തന്നെ അത് കണ്ടെത്താനുള്ള വഴി നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് പർപ്പസ്. അതിലുപരി എനിക്കൊരു യോഗയുടെ സെൻറ്ററുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡെയിലി വേ ഓഫ് ലിവിങ് ആണ് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ അവർ തന്നെ അവരുടെ ലൈഫ് പർപ്പസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അവരുടെ തന്നെ എനർജി പാറ്റേണിനെയും അതേപോലെ തന്നെ അവരുടെ തോട്ട്സിനെയും എല്ലാത്തിനെയും അവർ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആ ഒരു പ്രാക്ടീസസ്. So both are different, but in a way it is aligned, like it is showing a single direction towards peace and happiness. എന്താണ് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ഇപ്പോൾ ഗോഡ് എന്ന് ഉപയോഗിക്കുന്ന പോലെ തന്നെ സ്പിരിച്വാലിറ്റി. അപ്പോൾ വേർഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേർഡ് കേട്ടാൽ ഉടനെ നമ്മളൊരു തീരുമാനത്തിലെത്തും, ഒരു സ്വാമിജി അല്ലേ, സ്പിരിച്വാലിറ്റി ഒരു സ്വാമിജി അല്ലെങ്കിൽ ഒരു മതം, ആ ഒരു ലെവലിലേക്ക് വരും. അതാണ് വേർഡിൻ്റെ പ്രശ്നം. പക്ഷേ അതിലുപരി ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതും കഴിയാത്തതുമായിട്ടുള്ള ഒത്തിരി വസ്തുക്കളുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് മിക്കവരും ഓൺ ചെയ്തിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ നടക്കുന്നു, ഇൻ്റർനെറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ കാണാൻ കഴിയുന്ന ഒത്തിരി സാധനങ്ങൾ. പക്ഷേ ഇതിൽ പറയുന്നത് 5% നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കളുള്ളൂ എന്നാണ് ഈ യൂണിവേഴ്സിൽ. ബാക്കി 95% നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ നമ്മുടെ ലൈഫിനെ ഡ്രൈവ് ചെയ്യുന്നത് ഈ
95% ആണ്. ഇൻവിസിബിൾ ആയിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന 5%ലെയും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന 5%ലെയും വേറാസ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നതും നമ്മളുടെ ഡെസ്റ്റിനി എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമൊക്കെ ഈ 95% ആണ്. അപ്പോൾ ഈ സ്പിരിച്വൽ എല്ലാവരും സ്പിരിച്വലാണ്. പക്ഷേ ഞാൻ സ്പിരിച്വലാണ് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് അതിനെ ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ റെസ്പെക്റ്റോട് കാണാനും തുടങ്ങുമ്പോൾ ഞാൻ സ്പിരിച്വൽ ആണെന്നുള്ളൊരു ഇയാൾ സ്പിരിച്വൽ ആണെന്നുള്ള ലെവലിലെ ആൾക്കാർ പറയുന്നുള്ളൂ. പക്ഷേ ഇൻഫാക്റ്റ് എല്ലാവരും സ്പിരിച്വൽ തന്നെയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന സ്പിരിച്വാലിറ്റി. ശരിക്കും ഒരു സോൾ ഉണ്ടോ? ഇപ്പോൾ നമ്മൾ പറയുന്നു മൈൻഡ് വിച്ച് ഈസ് ഇൻവിസിബിൾ, ഹാർട്ട് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്. പക്ഷേ മൈൻഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ മൈൻഡ് ഇൻവിസിബിൾ ആണ്. ചിലർ പറയുന്നു ആത്മാവ്, സോൾ. ചിലർ പറയുന്നു ഈ സോളാണ് നിങ്ങൾ ചെയ്യുന്ന പലതിൻ്റെയും ഇൻറ്റ്യൂഷൻസ് ആയിട്ട് മെസ്സേജസ് തരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ലൈഫിനെ ഡ്രൈവ് ചെയ്യുന്നത് നമ്മളുടെ സോളാണ്. പക്ഷേ ആണോ? അറിയില്ല. എന്താണ് മനോജിൻ്റെ ഒരു... ഞാൻ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സോൾ എന്നുള്ള വാക്ക് നമുക്ക് ഇപ്പോൾ ആത്മാവെന്ന് പറയും. അപ്പോൾ 2 രീതിയിൽ ഇതിനെ പറയുന്നുണ്ട്. നമ്മൾ ആത്മാവ് പറയുന്നുണ്ട്, പരമാത്മാവ് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇത് പറയുന്നുണ്ട്, എന്താ സെൽഫ് എന്ന് പറയുന്നുണ്ട്. സെൽഫ് എന്ന് പറയുന്നുണ്ട്. അതിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ക്വാണ്ടം, ഇൻഫിനിറ്റ് ക്വാണ്ടം എന്ന് പറയുന്നുണ്ട്. ഇതിനെ പല വാക്കുകൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ യോഗയിൽ തന്നെ നമ്മുടെ മനസ്സിനെ ഇപ്പോൾ നമ്മൾ മൈൻഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ യോഗയിൽ പക്ഷേ ഇതിനെ പല ഇതായിട്ടാണ് പറയുക. അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, ഇങ്ങനെ ഇതിനെ സട്ടിലായിട്ട് ചിത്ത എന്ന് പറയുന്നത്. ചിത്ത എന്ന് പറയുന്നത് ഇസ് എ കളക്ഷൻ ഓഫ് ഓൾ ദ മെമ്മറീസ് യു ഹാവ്. അപ്പോൾ അവിടെ നമ്മുടെ പാസ്റ്റ് ലൈഫും കൂടെ കടന്നു വരുന്നുണ്ട് ചിത്ത എടുക്കുമ്പോഴത്തേക്കും. പക്ഷേ നമ്മൾ ഈ ലൈഫ് മാത്രമാണോ, നമുക്ക് ഇതിനു മുമ്പും വേറൊരു ലൈഫ് ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ പല എക്സ്പെരിമെൻറ്റ്സും സൈക്കോളജിയിൽ നടന്നിട്ടുണ്ട്. ഒരേ വീട്ടിൽ ഒരേ സമയത്ത് ജനിച്ച 2 ട്വിൻസിനെ ഒരേ സാഹചര്യത്തിലിട്ട് വളർത്തുമ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡ് രണ്ടും ഡിഫറെൻ്റ് ആണ്, അവരുടെ സ്കിൽസ് ഡിഫറെൻ്റ് ആണ്, അവരുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അല്ലേ? ഇതെവിടെ നിന്ന് സംഭവിച്ചു? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തെളിയിക്കാൻ സംഭവിക്കണം അല്ലേ? നമുക്ക് തെളിയിക്കാൻ പറ്റണം അത്. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നും അവിടുത്തെ ഒരു മെമ്മറി, എവല്യൂഷണറി മെമ്മറി ഉണ്ടെന്നും അല്ലെങ്കിൽ ജനറ്റിക് മെമ്മറി നമുക്കുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇവിടെ ആണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ശരിക്കും എന്നുള്ളത് അല്ലേ? നമുക്ക് ഈ ലൈഫിൽ മാത്രമുള്ള കാര്യമല്ല, അതിന് മുമ്പത്തെ ലൈഫിലെയും കുറേ ട്രേസസ് നമ്മുടെ ഉള്ളിലുണ്ടെന്നും അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നും. പോരാതെ ഈ ലൈഫിൽ തന്നെ നമുക്ക് പറയാം സബ് കോൺഷ്യസ് ലെവൽ എടുക്കാം അല്ലേ? സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ ചെറുപ്പം മുതൽ ഇതുവരെ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ത്രൂ ഇംപ്രഷൻസ്, ത്രൂ വേരിയസ് ഫീലിങ്സ്, ത്രൂ വേരിയസ് കമ്മ്യൂണിക്കേഷൻസ്, ഡയറക്റ്റ്ലി or ഇൻഡയറക്റ്റ്ലി എത്ര ഡ്രീംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഡ്രീംസ് എന്തൊക്കെ രീതിയിൽ നമ്മൾ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ കണ്ട ഡ്രീം ചിലപ്പോൾ എന്നെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഫങ്ഷനിങ്ങിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതെനി ഞാൻ അറിയുന്നുണ്ടോ ഇതെന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഇതുകൊണ്ടാണെന്ന്. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സോളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ എല്ലാം കൂടെ നമ്മുടെ ഈ മെമ്മറി എല്ലാം കൂടെ ചേർന്ന ഒരു എനർജി ബോഡിയാണ് സോൾ എന്നുള്ളതാണ്. ഇത് ഒരു ഡയമെൻഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ബോഡിയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ആത്മാവ്, പരമാത്മാവ് അല്ലെങ്കിൽ ദൈവം എന്ന ലെവലിലേക്ക് അല്ല ഞാൻ സോളിനെ കാണുന്നത്. ദാറ്റ് ഈസ് സെൽഫ് എന്ന് പറയും. അതിനെ എനിക്ക് ഒരു വാക്കുകൊണ്ട് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനത് അറിഞ്ഞുകൊണ്ടല്ല. ഗുരുക്കന്മാർ ഇതുവരെ ഒരു ഗുരുവിനും അത് വാക്കുകൊണ്ടോ ഇതുകൊണ്ടോ അതിന് ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ് സെൽഫ് എന്ന് പറയുന്നത്. പക്ഷേ സോളിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ആ സോള് ഡെഫിനറ്റ്ലി ഒത്തിരി രീതിയിൽ കാർമിക് ലെവലിൽ തന്നെ നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ വാസനാസ് പറയും, നമ്മുടെ സംസ്കാരാസ് എന്ന് പറയും. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ചില രീതിയിൽ ഓരോ സിറ്റുവേഷൻസിനെയും ഓരോ ആൾക്കാരോട് നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നില്ലേ? അതിനൊരു റീസൺ ഉണ്ടോ? ദജാവു എന്ന് പറയുന്ന സാധനത്തിൽ അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു മെമ്മറിയാണ് എല്ലായിടത്തും വർക്ക് ചെയ്യണത്. ഒരു മെമ്മറി നമുക്ക് ഇൻഡ്യൂഷനായിട്ട് തോന്നുന്നതും ഈ സോളിൽ നിന്ന് വരുന്ന ഒരു മെമ്മറിയുടെ കണക്ഷനാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലൈഫിൽ എല്ലാ പോയിന്റ്സിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അറിയാതെ. അപ്പോൾ അത് സബ് കോൺഷ്യസിൽ നിന്ന് വരുന്നതാണോ അൺകോൺഷ്യസ് ലെവലിൽ നിന്ന് വരുന്നതാണോ എന്നുള്ളത് നമുക്ക് ശരിക്കും പറയാൻ പറ്റത്തില്ല. ഡോക്ടർ ബ്രയൻ വെയ്സിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിൽ നിന്ന് അദ്ദേഹം ഇത് മനസ്സിലാക്കി പിന്നെ അതിനെ ഒരു എക്സ്പെരിമെൻ്റൽ പ്രോസസ്സിലൂടെ കൊണ്ടുപോയി. അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പാസ്റ്റ് ലൈഫ്സിനെ കുറിച്ചും
ഈ ലൈഫിലുള്ള പല ട്രോമാസിൻ്റെയും റൂട്ട് കോസ് കിടക്കുന്നത് പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ആണ്. അതെ 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 അപ്പോൾ അതിനെ ഇപ്പോൾ നമ്മൾ ഈ ലൈഫിൽ അതിനെ ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫിസിക്കൽ ഒരു പ്രശ്നം ആയിട്ടായിരിക്കും, രോഗമായിട്ടായിരിക്കും. പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് പഴയ ഏതോ ലൈഫിലെ ഒരു മെമ്മറിയാണ് അതെ നമ്മളെ അതെ അതിലേക്ക് അതെ അതെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനോജ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ആ ആത്മാവിൻ്റെ മറ്റൊരു ജന്മമാണ് ഈ ജന്മമെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് മെമ്മറിയാണ്. അതെ അവിടെ നിന്ന് അതെ എടുത്തിട്ടുള്ള എന്നാൽ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള മെമ്മറിയാണ്. പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം, അത് ഈ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ നമ്മുടെ ഡോക്ടർ ന്യൂട്ടൻ്റെ ഒരു പുസ്തകമുണ്ട്, ജേർണി ഓഫ് ദി സോൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഒരു മരിക്കുന്ന സമയത്ത് ഒരു ശരീരം മരിക്കുമ്പോൾ ഉം, ഉം. ആത്മാവ് പോകുന്ന ആ യാത്ര അവിടെ ചെന്ന് തിരിച്ച് വീണ്ടും മറ്റൊരു ജന്മത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പർപ്പസ് ഓഫ് ലൈക്ക് ഓരോ ലൈഫിനും ഓരോ ലേണിംഗ് എന്ന് പറയുന്നിട്ടുള്ള പർപ്പസുമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു ജന്മം എന്ന് പറയുന്നത് പലരും നമ്മൾ പൊതുവെ കേൾക്കുന്നൊരു കാര്യമാണ്, എൻ്റെ കുട്ടി. ഉം, ഉം, ഉം. ശരിക്കും എൻ്റെ കുട്ടിയല്ല, എന്നെ പേരൻ്റായിട്ട് ചൂസ് ചെയ്തത് അവനാണ്. അവനാണ്. അപ്പോൾ ഞാൻ അവൻ്റെ ഫാദറാണ്, അതെ അതെ അവനാണ് എന്നെ ചൂസ് ചെയ്തത്. എൻ്റെ അല്ല പ്രോപ്പർട്ടി, അവൻ്റെയാണ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളുടെ കുട്ടി എന്ന് പറയുമ്പോൾ അപ്പോൾ ശരിക്ക് നമ്മളെ പേരൻസായിട്ട് ചൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മളിലൂടെ ലേൺ ചെയ്യേണ്ട ലെസൺ അതിനു വേണ്ടിയിട്ട് അവർ നമ്മളെ ചൂസ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ദേ കം വിത്ത് ദ പ്രീവിയസ് നോളജ്, പാസ്റ്റ് ലൈഫിൽ നോളജും കൊണ്ടാണ് അവർ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഒരു ഹാബിറ്ററ്റ് പ്രൊവൈഡ് ചെയ്യാനേ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. തീർച്ചയായിട്ടും അതെ അല്ലാതെ അവരുടെ ഫ്യൂച്ചർ ഗൈഡ് ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഒന്നും നമുക്ക് അതിനുള്ള ഒരു അതോറിറ്റി ഇല്ല, ടു ബി ഫ്രാങ്ക്. തീർച്ചയായിട്ടും അതെ പക്ഷേ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പാരൻറ്റിങ് തന്നെ ആ കുട്ടിയുടെ പർപ്പസിൽ നിന്ന് അവനെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഡേ 1 തൊട്ടിട്ട് നീ ഇത് പഠിക്ക് അത്. അപ്പോൾ ശരിക്കും ആ മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണോ ജന്മം എടുത്തിട്ടുള്ളത് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പാരൻറ്റിങ് സിസ്റ്റം, ഒരു സൊസൈറ്റി. അതിൽ നിന്ന് മാറി തിരിച്ചു വന്നിട്ട് വേണം ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എടുത്തിട്ട് അവർക്ക് ആക്ച്വൽ ലൈഫ് പർപ്പസ് കണ്ടെത്താനായിട്ട്. അതെ തീർച്ചയായിട്ടും അത്രയും മിസ്ഗൈഡഡ് ആണ് ഈ ഒരു സിസ്റ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇപ്പോൾ മനോജിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, മനോജ് ഐ വാണ്ട് ടു നോ മൈ പർപ്പസ്, ലൈഫ് പർപ്പസ്, എങ്ങനെയായിരിക്കും അത്? ട്രീറ്റ്മെൻറ്റ് ഫുൾ പ്രോസസ്സ് പറയണ്ട, പക്ഷേ എങ്ങനെയായിരിക്കും അതിനെ മനോജ് അപ്രോച്ച് ചെയ്യുന്നത്? പ്രധാനമായിട്ട് അതിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്താ അറിയുമോ? സഫറിങ്. സഫറിങ്, യെസ്. നമുക്ക് ട്രൂ പർപ്പസ് അറിയണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്നായിട്ട് നരകിക്കണം. അതായത് ട്രൂ പർപ്പസുമായിട്ട് അലൈൻ അല്ലാത്തത് കൊണ്ട് അവൻ അനുഭവിക്കുന്ന വേദന ബാക്കപ്പ് വേണം. അതെ നല്ല രീതിയിൽ അതിനെ അനുഭവിക്കണം. അപ്പോൾ രമണ മഹർഷിയുടെ ഒരു കോട്ടുണ്ട്, എന്താണ്, ആധ്യാത്മികതയിലേക്ക് ഇറങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പറയുന്ന സഫറിങ് ആണ്. സഫറിങ് ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സ്പിരിച്വാലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സഫറിങ് എടുക്കുമ്പോഴേ ആൾക്ക് അന്വേഷിക്കാൻ എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതം മാറുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു തോട്ട് എൻ്റെ ചിന്തകളെയും ഇമോഷനും എൻ്റെ സിറ്റുവേഷനിലും അപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ, എന്താണ് ഞാൻ, ആ സത്യമൊക്കെ ചെറുതായിട്ട് ഉള്ളിലേക്ക് ആ ലൈറ്റ് വരാൻ തുടങ്ങുന്നത് ആ പറയുന്ന സഫറിങ് ഉള്ളിൽ കയറുമ്പോഴാണ്. അപ്പോൾ ഒരു പരിധിവരെ നമ്മളതിനെ തടയേണ്ട ആവശ്യമില്ല. ആൾക്കാർ ഇച്ചിരി അനുഭവിച്ചോട്ടെ. ഇപ്പം ഞാനാണെങ്കിലും ആ ഒരു രീതിയിൽ അനുഭവിച്ച് തന്നെയാണ്, എന്ന് വെച്ചാൽ പൂർണ്ണമായി എന്നല്ല ഞാൻ പറയണത്. പക്ഷേ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റണതും. ആൾക്കാർ ആ തീരുമാനങ്ങളിലൂടെയാണ് പലതും ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ആയിട്ടുണ്ടോ, എന്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആൾക്കാരെ, ഇതൊക്കെ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. നേരെ മറിച്ച് ഞാനൊരു നല്ല കോർപ്പറേറ്റ് ജോലി എനിക്കുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, ഞാൻ അത്യാവശ്യം സേഫാണ് നല്ല രീതിയിലെങ്കിൽ ഞാൻ രാത്രി 2 അടിച്ച് സുഖമായിട്ട് ഉറങ്ങി സിനിമയും കണ്ട്, അതിൽ തെറ്റുണ്ടെന്നല്ല, പക്ഷേ ഞാൻ അതിലങ്ങ് ഇരിക്കും. ആ കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാനായിട്ട് എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് സംഭവിച്ചത് ദ പെയിൻ ഓഫ് ഇഗ്നോറൻസ് എന്ന് പറയും, ആ വിദ്യയുടെ വേദന. അല്ലെങ്കിൽ എന്താ ഈ ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ നമുക്ക്. എല്ലാ ദിവസവും നമ്മൾ മന്ത് എൻഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കോർപ്പറേറ്റിൽ, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അപ്പോൾ 30-31 തീയതി അച്ചീവ് ചെയ്യാനായിട്ട് എല്ലാ രീതിയിലും നമ്മൾ ശ്രമിച്ച് ബോസുമാരുടെ ഇതൊക്കെ കേട്ട് താഴെയുള്ള പിള്ളേരെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാം കഴിയുമ്പോൾ നമ്മളുടെ ഒരു ധാരണ എന്താ അറിയോ, 31 തീയതി കഴിഞ്ഞാൽ, നമ്മളറിയില്ല, നമ്മുടെ ഉള്ളിലൊരു ധാരണ 31 തീയതി ആയാൽ ആശ്വാസമായി എന്നുള്ള. 31 തീയതി ഒന്ന് കഴിഞ്ഞ് 1 തീയതി ആയാൽ തുടങ്ങി അടുത്ത മാസത്തെ പരിപാടി. അപ്പോൾ ഇത് എല്ലാ മാസവും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മെൻ്റൽ പാറ്റേൺസ്, ഇതേപോലെ തന്നെയാണ്. ഓക്കെ,
നമ്മൾ ഒരു കുടുംബം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അതിനെ ഗെയിം എന്നാണ് വിളിക്കണത്. ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഗെയിം എന്നാണ് വിളിക്കണം. കാരണം ഇതെവിടെ തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല. ഈ വഴക്ക് ആരാണ് ഇതിന് കാരണക്കാരെന്നും ആർക്കും അറിയില്ല, രണ്ടുപേർക്കും അറിയില്ല. പക്ഷേ ഒരേ രീതിയിലായിരിക്കാം ഇവരുടെ വഴക്ക്, ഒരേ രീതിയിലായിരിക്കാം ഇവർ അതിന് റിപ്ലൈ കൊടുക്കുന്ന രീതി. കാരണം ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ വഴക്കിൻ്റെ പാറ്റേണൊക്കെ ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മൾ പറയുന്ന വാക്കുകളും കുറ്റപ്പെടുത്തുന്ന സാധനങ്ങളെല്ലാം ഒരു ഫീലിങ്സിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ സോഴ്സ് ഒരു ഫീലിംഗ് ആണ്. അത് ചിലപ്പോൾ റെസ്പെക്റ്റ് ആയിരിക്കാം, അത് ചിലപ്പോൾ എവിടെയെങ്കിലും എന്നെ പറ്റിച്ചതായിരിക്കാം, അത് ഒരു പക്ഷേ എൻ്റെ വീട്ടുകാരെ വഴക്ക് പറഞ്ഞതായിരിക്കാം പണ്ടെങ്ങോ. പക്ഷേ ഈ പാറ്റേൺ കറങ്ങി കറങ്ങി ഒരേ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഒരു കോസ് മറ്റേതിന് എഫക്റ്റ് ആവും, ആ എഫക്റ്റ് തന്നെ അടുത്തതിൻ്റെ കോസായി മാറും. ലൈഫ് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു സാധനത്തിനെ നമ്മൾ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടായെങ്കിലാണ് നമ്മൾ ഒരു ക്ലാരിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ. ആ ക്ലാരിറ്റി വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ സുബിനൊരു ബിസിനസ് മാനല്ലേ, അപ്പോൾ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം അവർ അങ്ങേയറ്റം പാഷനേറ്റ് ആണ് ജോലിയിലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ജോലി ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരോടെങ്കിലും ക്രിയേറ്റീവ് ആവാൻ പറയേണ്ട ആവശ്യമില്ല ഇല്ല. കാരണം അതൊരു ഇന്നർ ഡ്രൈവാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഈ ലോകത്തെ എല്ലാവരും എന്ന് ഞാൻ പറയില്ല, ഒട്ടുമിക്ക പേരും അങ്ങനെ ജീവിക്കുവാണെങ്കിൽ ആർക്കെങ്കിലും വിഷമിക്കാൻ ഒരിടയുണ്ടോ? ഒഫീഷ്യൽ ലെവലിൽ അല്ല. ഒഫീഷ്യലിൽ നല്ലപോലെ ഹാപ്പി ആണെങ്കിൽ ഫാമിലിയിലും ഒരു പരിധി വരെ, ഒരു 70% വരെ അതിൻ്റെ ഹാപ്പിനെസ് ഇപ്പുറത്തേക്കും വരും. അതല്ലാത്തത് കൊണ്ടാണ് ഇപ്പുറത്തും ആ ഒരു അൺഹാപ്പിനെസ് ഷെയർ ചെയ്ത് പോകുന്നത്. പണ്ടത്തെ പോലെയല്ല, ഇന്ന് സ്പൗസും അതായത് ഭാര്യമാരും വർക്ക് ചെയ്യുന്നുണ്ട്, വിമൻ പാർട്ട്നേഴ്സും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രഷറും കൂടെ വരുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല, ഒരാളാണ് ജോലി ചെയ്യുന്നുണ്ട്, ഒരു പ്രഷറേ ഇവിടെ വന്നുള്ളൂ, മറ്റേ ആൾ പ്രഷർ ഇല്ല എന്നുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരു വീട് നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവർക്ക് ആ പുറത്തുനിന്ന് ഒരാളുടെ നിന്ന് തെറി കേൾക്കുന്ന പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങൾ, ടാർഗറ്റ്, അങ്ങനത്തെ സാധനമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു പരിധിവരെ സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വിമൺ എംപവേർഡായി, വിമണ് ഒരു ഓപ്ഷൻ ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്, പുറത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു ധൈര്യമുണ്ട്. നമ്മൾ സൊസൈറ്റിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാ രീതിയിലും അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം ഡൈവേഴ്സസ് ഇപ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിൽ നടക്കുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ മനോജ് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സഫറിങ്. സ്പിരിച്വാലിറ്റിയുടെ മെയിൻ കോസ് സഫറിങ് ആണ്. കോസ് അല്ല, സഫറിങ് ഉണ്ടാകും, അവരാണ് സ്പിരിച്വാലിറ്റിനെ സീക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയും പ്രീവിയസ് ലൈഫല്ല, ഒരു പാസ്റ്റ് ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇന്ന് എന്തായിട്ടാണോ അവർ അറിയപ്പെടുന്നത്, അതിൻ്റെ വിപരീതമായിട്ടുള്ളൊരു ലൈഫായിരിക്കും മോസ്റ്റ്ലി ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ. ഇപ്പോൾ പല സ്പിരിച്വൽ ഗുരുവും ആദ്യം ജീവിച്ചൊരു അടിച്ചുപൊളി ലൈഫ്, അതൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് അവരുടെ ആ ഒരു കോട്ട ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നേരെ പെട്ടെന്നൊരു സ്പിരിച്വൽ ഗുരുവായിട്ട് മാറി. പക്ഷെ അവർ ആ മറ്റുള്ളവർ കാണുമ്പോൾ ഇയാൾ ഇത്ര അടിച്ചു പൊളിച്ച് നടന്ന മനുഷ്യൻ എന്ന് പറയുന്ന സമയത്ത്, ഈ അടിച്ചുപൊളി നടക്കുന്ന സമയത്ത് അയാൾ ഹാപ്പി ആയിരുന്നില്ല, അയാൾ സഫർ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഈ ഏറ്റവും വലിയ ഒരു സാധനം അടിച്ചുപൊളി എന്ന് പറയുന്ന അച്ചീവ്മെൻറ്റ് ജീവിക്കുന്ന ആൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ സഫർ ചെയ്തിട്ട് അയാൾ അവിടെ നിന്ന് സ്വിച്ച് ചെയ്യാണ് ആ ഒരു ട്രാക്കിലേക്ക്, ലൈഫ് പർപ്പസിലേക്ക്. എക്സാക്ട്ലി. അപ്പോൾ ശരിക്ക് ഞാൻ പറയുന്നത് സഫറിങ് ഒരു ബ്ലെസ്സിങ്ങാണ്. അതെ. കാരണം സഫറിങ്ങിലാണ് ലേണിംഗ് ഉള്ളത്, കംഫർട്ട് സോണിൽ ലേണിംഗ് ഇല്ല. അപ്പോൾ സഫറിങ് ഒരു ബ്ലെസ്സിങ്ങും ആണ്. അത് മാത്രമല്ല, ആ സഫറിങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ലൈഫ് പർപ്പസിനെ തേടി പോകുന്നതും. അതെ അതെ അതെ. അപ്പോൾ സഫറിങ് ചെയ്യുന്ന എല്ലാവരും ഒരു കാര്യം അത് പോസിറ്റീവായിട്ട് എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് സഫറിങ്ങിൻ്റെ പെയിനായിട്ട് അറ്റാച്ച് ആവേണ്ട കാര്യം ഉണ്ടാവില്ല. അതെ അതെ അതെ. ഓക്കെ, എക്സാക്ട്ലി. അല്ലേ? സഫറിങ് ഉണ്ട്, ഞാൻ സഫർ ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിൻ്റെ പെയിൻ ഞാൻ ഉൾക്കൊള്ളേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ മനോജ് വിപസന ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ, വിപസന 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ വിപസനയിൽ നമ്മൾ ഈ ഡിറ്റാച്ച്മെന്റ് പഠിപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പെയിൻ ആൻഡ് ഡിറ്റാച്ച്മെന്റ് പഠിപ്പിക്കുന്നില്ല. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. എന്താണ് വിപസന? കാരണം ഒരുപാട് പേര് അറിഞ്ഞിരിക്കേണ്ട ഒരു മെഡിറ്റേഷൻ ഫോമാണ് വിപസന. അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? വിപസന ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ടൂൾ. ഇപ്പോൾ നമ്മുടെ സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ, സൈക്കോളജിയുടെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിയിൽ മൈൻഡ്ഫുൾനെസ് തന്നെ ഒട്ടുമിക്ക ഭാഗവും എടുത്തിരിക്കുന്നത് ഈ വിപസന അല്ലെങ്കിൽ ബുദ്ധിസത്തിൽ നിന്ന് തന്നെയാണ്.
അപ്പോൾ ഇതൊരു 10 ദിവസത്തെ പരിപാടിയാണ് വിപസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഈ 10 ദിവസം നമുക്ക് ആരായിട്ടും ഇൻട്രാക്ട് ചെയ്യാനുള്ള അനുമതിയില്ല ഇവിടെ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കരുത്, ബുക്കുകൾ വായിക്കരുത്, പാട്ട് കേൾക്കരുത്. നമ്മളിവൻ മറ്റൊരാളെ നോക്കി ചിരിക്കുകയോ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയോ പാടില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് പുതിയ ഇൻപുട്സ് ഇട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. മൈൻഡ് എവിടെയാണ് ആക്റ്റീവ് ആവണത്? മൈൻഡിന് എപ്പോഴും ബെയ്റ്റ് വേണം, കഴിക്കാൻ ഫീഡ് വേണം, എന്തെങ്കിലും ഒരു സാധനം ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടണം നമുക്ക്? നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സൊസൈറ്റിയിൽ നിന്ന് ഈ 5 സെൻസസ് നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, ആ 5 സെൻസസിൽ കൂടെ നമ്മൾ സാധനങ്ങൾ ഉള്ളിലേക്ക് കയറ്റുകയും പിന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള മെമ്മറി ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഇവൻ്റെതായ സാധനങ്ങളും പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഓവർ തിങ്കിങ് എല്ലാ സാധനവും നടക്കുന്നത്. അപ്പോൾ വിപസനയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഈ 10 ദിവസത്തിൽ 10 മണിക്കൂറാണ് ഒരു ദിവസത്തെ മെഡിറ്റേഷൻ. ഈ 10 മണിക്കൂർ മെഡിറ്റേഷൻ കൂടാതെ നമ്മുടെ ഭക്ഷണത്തിലും ക്രമീകരണമുണ്ട്. രാവിലെ 6 മണിക്കാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം നമുക്ക്. 6:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തീരും. പിന്നെ 11:30 ആകുമ്പോൾ, അതായത് 12 മണിക്ക് മുമ്പ് നമ്മൾ ലഞ്ചും കഴിക്കും. വൈകിട്ട് ഒരു ചായയോ മിച്ചറോ എന്തെങ്കിലും ഒരു സ്നാക്ക് ചെറുതായിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഒന്നാമത് വയറ് വിശന്ന് കഴിഞ്ഞാൽ അറിയാം മൈൻഡ് വേറെ രീതിയിലായിരിക്കും പ്രവർത്തിക്കണം. അതിൻ്റെ സാധനങ്ങളുണ്ടാവും. നമ്മുടെ കാർമിക് സാധനങ്ങൾ, അതായത് മെമ്മറി സബ് കോൺഷ്യസിൽ കിടക്കണതൊക്കെ പുറത്തേക്ക് വരും. കാരണം നമുക്ക് ഉറക്കം വരില്ല. രണ്ടാമത് 10 മണിക്കൂർ നമ്മൾ റെസ്റ്റിലാണ്. ഈ 10 മണിക്കൂർ നമ്മൾ ഓൾറെഡി റെസ്റ്റിലാണ് അല്ലേ? ഈ റെസ്റ്റ് സമയത്ത് നമ്മൾ വേറെ മൈൻഡിലേക്ക് ഒന്നും ഇട്ട് കൊടുക്കണില്ല, മെഡിറ്റേഷനാണ് ചെയ്യണത്. അപ്പോൾ ഈ അകത്ത് കിടക്കുന്നതാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ അകത്ത് കിടക്കുന്നത് എന്താണ്? നമ്മുടെ അതിങ്ങനെ പുറകോട്ട് പോകും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ആദ്യം വരും. അത് നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇതിന് കൂടെ നമ്മുടെ തോട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ തോട്ട്സിനെ ഡീൽ ചെയ്യണമെന്നും അതൊക്കെ അവർ പറഞ്ഞുതരും. തോട്ട്സിനെ ഇപ്പോൾ നമ്മുടെ പരമ്പരാഗത രീതികളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശത്ത് മേഘങ്ങളെ കാണുന്ന പോലെ തോട്ട്സിനെ കാണുക, അല്ലെങ്കിൽ നിങ്ങളൊരു പുഴയെ നോക്കി നിൽക്കുന്ന പോലെ തോട്ട്സിനെ നോക്കിക്കുക. കാരണം നിങ്ങൾ വിറ്റ്നസ്സാണ്. ഈ ഒഴുകി പോകുന്നതാണ് തോട്ട്സ്. അതങ്ങ് ഒഴുകിപ്പോവും. നിങ്ങൾ ഇതിനോട് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ അതങ്ങ് പോകേണ്ട രീതിയിൽ പോവും. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഒബ്സർവ് ചെയ്ത് നിൽക്കുമ്പോൾ ഇത് ഒരു ലെവലിലുള്ള വർഷങ്ങളിൽ അത് പോവും. പിന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം ഇങ്ങനെ പൊങ്ങി വന്നോളും. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്ന സമയങ്ങളിൽ, അതായത് ആദ്യത്തെ 3-4 ദിവസം ഇറ്റ് വിൽ ബി അൺബെയറബിൾ പെയിൻ ഫോർ പീപ്പിൾ അല്ലേ? കാരണം നമ്മൾക്ക് അറിയില്ല, ഈ ഡിസ്ഐഡൻറ്റിഫൈ ചെയ്ത് ഡിറ്റാച്ച് ചെയ്ത് ഈ സാധനത്തിനെ കാണാൻ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ഞാനാണ് ഈ ചിന്ത എന്നുള്ള രീതിയിലാണ് അതിനോട് ഇടപഴകണത് നമ്മൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് പെയിൻഫുള്ളായിരിക്കും. കാരണം ഈ കഴിഞ്ഞു പോയ നമ്മൾ ഇൻസൾട്ട് ചെയ്ത്, നമ്മൾ വഴക്ക് പിടിച്ച്, നമ്മൾ തോറ്റുപോയ സ്ഥലങ്ങൾ അല്ല, ഇങ്ങനെയെല്ലാം നമ്മളെ ഇങ്ങനെ കുത്തി നോവിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ, അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. എനിക്കൊരു 5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ, ഇറ്റ് വാസ് മേ ബി 6 ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഉള്ളിൽ നിന്ന് ഒരു സന്തോഷമാണ് ഉള്ളിലേക്ക് വരുന്നത്. കാരണം എം ടി ആയി കുറേ സാധനങ്ങൾ. ഓക്കെ. എന്നാൽ ഞാൻ രണ്ടാമത് പോകുമ്പോഴേ എനിക്ക് പിന്നെയും ഉണ്ട്. അതായത് രണ്ടാമത് പോണത് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ. അപ്പോൾ ഈ 1.5 കൊല്ലം കൊണ്ട് ഞാൻ വീണ്ടും സാധനങ്ങൾ എടുത്തു പുറത്തുനിന്ന്. അപ്പം മെമ്മറി എൻ്റെ പിന്നെയും കൂടി. അപ്പോൾ ആ മെമ്മറീനെയും പിന്നെയും ഈ 10 ദിവസം നിൽക്കുമ്പോൾ പിന്നെയും ഒരു 4 ദിവസം എടുത്ത് ഞാൻ പഴയ സാധനങ്ങളെ ഡീക്ലട്ടർ ചെയ്ത് പുറത്തേക്ക് കളയാനായിട്ട്. പിന്നെ കുറേ തോട്ട്സ് വളരെ പുറകിലേക്കൊക്കെ പോയി. അത് ഇനി എന്താ പാസ്റ്റ് ലെവലിലുള്ള പാസ്റ്റ് ലൈഫിലെ സാധനമാണോ അതോ എവിടത്തെ ആണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഒരു ബന്ധമില്ലാത്ത കുറേ മെമ്മറീസ് വരികയും ഞാൻ അതിനൊന്നും, നമ്മൾ ഒരു രീതിയിലും അതിനെ എഫക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ പാസ്റ്റ് ലൈഫാണെങ്കിൽ ഈ ലൈഫാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ബ്ലിസ്ഡ് ഔട്ട് ഫീലിംഗ് ആവും. നമുക്കൊരു 7-8 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ, നമ്മളിപ്പോൾ ഞങ്ങളുടെ ഒരു പൂന്തോട്ടത്തിലായിരുന്നു, അതിൻ്റെ നടുക്കായിരുന്നു, തിരുവണ്ണാമലയിലാണ് ഞാൻ രണ്ടാമത് ചെയ്ത വിപസനം. അപ്പോൾ അവിടെ ഫുൾ ഫ്ലവേഴ്സും ഒത്തിരി ബട്ടർഫ്ലൈസും വന്നിരിക്കും. അപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ ഭംഗി, വെറുതെ ഒരു ബട്ടർഫ്ലൈനെ കാണുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, എന്താണ് ഈ പ്രകൃതി ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയേക്കണ ഒരു ഈശ്വരനോട് നമുക്ക് ആരാധന അങ്ങേയറ്റം തോന്നും. അപ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. പക്ഷേ ഇത് നമുക്ക് സാധാരണ നടക്കുമ്പോൾ തോന്നും നമുക്കില്ല. അപ്പോൾ ഒരു ക്വാളിറ്റിയിലെത്തി നമ്മൾ അല്ലേ? നമ്മുടെ ഇതൊന്നും ഇല്ലാത്ത ഒരു ലെവലിലെത്തുമ്പോൾ നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രാക്ടീസായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും എല്ലാ ദിവസവും ഈ ഒരു ലൈഫിനെ തന്നെ കൊണ്ടുപോകാം. ഇതിലൊരു രീതി മാത്രമാണ് വിപസന. പക്ഷേ ഇത് സഫർ ചെയ്ത് നിൽക്കുന്ന ഒരാളോട് നമുക്ക്
വിഭജനയെ കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എത്രത്തോളം മനസ്സിലാവും നമുക്കറിയില്ല. അപ്പോൾ ആദ്യം അയാളുടെ ഇങ്ങനത്തെ മെമ്മറീസ് സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞ് ഒരു വഴി കാണിച്ചു കൊടുത്തിട്ട് വേണം ഈ സാധനത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു 10 ദിവസത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനുള്ള ധൈര്യവും ഇതൊക്കെ വേണം. അത് ഒരു 99% ആൾക്കാർക്ക് കാണാറില്ലേ? ഞാനൊരു എനിക്ക് തോന്നുന്നു 17-18 വർഷം മുന്നെയാണ് വിപസന ചെയ്യുന്നത്. ഞാനന്ന് മഹാരാഷ്ട്രയിൽ കോലാപൂരാണ് ആ, ഓക്കെ, വിപസന ഓക്കെ. ചെയ്യുന്നത്, മെയിൻ സെൻറ്റർ. മെയിൻ സെൻറ്റർ. ആ. അപ്പോൾ അതിന് ചുറ്റും മലയും ഈ അതെ. പൂന്തോട്ടമൊക്കെ ഭയങ്കര ഒരു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു ഫീലാണ് അവിടെ. അപ്പോൾ അന്ന് അത് ആ വിപസന അന്ന് അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് വി ക്യാൻ ഡിറ്റാച്ച് ഫ്രം എവറിത്തിങ്. നമുക്ക് ശരീരത്തിൻ്റെ പെയിനോ മനസ്സിൻ്റെ പെയിനോ ഒന്നിനെയും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതായത് പെയിൻ ഉണ്ടോ, പെയിൻ ഉണ്ട്. പക്ഷെ പെയിൻ കൊണ്ട് ദുഃഖമുണ്ടോ, ഇല്ല. ഓക്കെ. അപ്പോൾ പെയിനിനെ നമുക്ക് വേറെ കാണാൻ പറ്റും. അപ്പോൾ അത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈവൻ വിപസന കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്ത് നിർത്തി. ഞാൻ പിന്നെ വേറെ മെഡിറ്റേഷനിലേക്ക് സ്വിച്ച് ചെയ്തെങ്കിലും അതിൽ നിന്ന് പഠിച്ചൊരു പാഠം ഞാൻ ഇന്നും ലൈഫിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും, എത്ര കോർ ഏരിയാസിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് ഡിറ്റാച്ചായിട്ട് അതിനെ കാണാൻ പറ്റും. അപ്പോൾ പ്രോബ്ലത്തിന് ഉറവിടം എന്താണ്, ആരുടെയൊക്കെ ഇമോഷൻസ് ആണ് അതിനകത്ത് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഇമോഷൻസ് വേറെ, പ്രോബ്ലം വേറെ. പ്രോബ്ലം വേറെ. അപ്പോൾ പ്രോബ്ലത്തിനെ നമ്മൾ ലോജിക്കലി സോൾവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇമോഷനെ കുറച്ചൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾവ് ആവും. അതെ, പക്ഷെ അതിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അതെ. ഇപ്പം നേരത്തെ നമ്മൾ സഫറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സഫറിങ് പല ആൾക്കാരുടെയും ഫാമിലിയുടെ കാര്യവും പറഞ്ഞു. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ്, ഈ ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കാർമിക് പാർട്ട്നേഴ്സ് ആയിരിക്കും. അതെ, ഇവരുടെ സഫറിങ്ങിന് വേണ്ടി തന്നെയാണ് ഇയാൾ ചിലപ്പോൾ ഇയാളുടെ സ്പോസ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. എക്സാക്ട്ലി. അപ്പോൾ ആ കാർമിക് പാർട്ട്ണർ അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന സഫറിങ് ആണ് അവരുടെ ലേണിംഗ്. അതെ, എക്സാക്ട്ലി. അവർ തമ്മിൽ തല്ലുകൂടുന്നത് ഈസ് മെന്റ് ടു ബി ലൈക്ക് ദാറ്റ്. അതെ, അതെ. പക്ഷെ അവിടെ പെയിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ചോയ്സ് ആണ്. അവിടെയാണ് വിപസന പോലുള്ള ഒരു മെഡിറ്റേഷൻ അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലേണിംഗ് നടക്കുകയും ചെയ്യും. പെയിൻ ഉണ്ട്, സഫറിങ് ഉണ്ട്, പക്ഷേ അത് ദുഃഖമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അതിന് കരയേണ്ട കാര്യമില്ല. അതെ, അതെ. ആസ് സച്ച് നേരത്തെ പറഞ്ഞ പോലെ ദിസ് വേൾഡ് ഈസ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ. നേച്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഓരോ ഇപ്പോൾ ഈ ഒരു പാനയിൽ പോലും അതിൻ്റെ ഭംഗിയുണ്ട്. ഇതിനെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് മനോജിൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ, മനോജ് ലൈഫ് കോച്ചിങ് ചെയ്യുന്ന സമയത്ത് ഈ ആൾക്കാർക്ക് വിപസനയുടെ ഒരു എസൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ, പക്ഷേ വിപസന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സ് അല്ല. 10 ദിവസം എന്ന് പറഞ്ഞാൽ റിയൽ, ഇപ്പോൾ ഒരു 6 മാസം പട്ടാളത്തിൻ്റെ ക്യാമ്പിൽ ഇരുന്ന് എനിക്കറിയാം 6 മാസത്തിനേക്കാളും ടഫാണ് ഈ 10 ദിവസം. ഈ 6 മാസം നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി, കുറേ അടിയിടിയൊക്കെ കിട്ടും, കുറേ പണിഷ്മെൻറ്റ് കിട്ടും, നിൽക്കാനിരിക്കാനും സമയം ഉണ്ടാവില്ല. പക്ഷേ ഈ 10 ദിവസം നമ്മളുടെ കൂടെ മാത്രമാണ്. നമുക്ക് വേറെ ഒന്നും സംസാരിക്കാനോ എഴുതാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് ഹൗ ബാഡ് കമ്പനി വി ആർ ഫോർ ourselves. നമ്മളെപ്പോലെ ഇത്രയും ഒരു വൃത്തികെട്ട കമ്പനി ഈ ലോകത്ത്, നമ്മൾ കൂട്ടുകാരെ കുറ്റം പറയും, കൂട്ടുകാരല്ല, നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വൃത്തികെട്ട കൂട്ടുകാരൻ. അത് ഈ 10 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വന്നത് ഈ കാർമിക് പാർട്ട്നേഴ്സിൻ്റെ ഈ ഒരു ഇത് പലരും ഇന്ന് പറയുന്നതാണ് ഫാമിലി പ്രോബ്ലം, ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഡൈവോഴ്സ്, അടിയിടി. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ്, വിപസന അറിയുന്ന ഒരു കോച്ച് വിപസനയുടെ എസൻസ് അവർക്ക് പകർന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഡിറ്റാച്ച്മെൻ്റ് അവർ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രശ്നങ്ങളെ അതുപോലെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതെ, അതെ, അതെ. ഒരു ഇപ്പോൾ നമ്മൾ വേറെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു, ഒരു ഹസ്ബൻഡിനെ ഭാര്യ ചേട്ടനെന്ന് വിളിക്കാത്തത് കൊണ്ട് ഇറ്റ് ലീഡ്സ് ടു എ ബിഗ് പ്രോബ്ലം. അതെ, അതെ. ഇറ്റ് ഈസ് എ പ്രോബ്ലം, യെസ്. പക്ഷെ അതൊരിക്കലും ഡിവോഴ്സിലേക്ക് പോവില്ല. അതെ, എക്സാക്ട്ലി. കാരണം ആ പ്രോബ്ലത്തിനെ പ്രോബ്ലമായി അവിടെ ട്രീറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ഒരു എൻഡ്, ഒരു റിലേഷൻ്റെ എൻഡ് അല്ല. തീർച്ചയായിട്ടും. ദേ ഹാവ് ടു വാക്ക് ടുഗദർ. കാരണം രണ്ടുപേർക്കും ലേണിംഗ് ഉണ്ട് ഈ ഒരു ലൈഫ് പർപ്പസ് എന്ന് പറയുന്നതിൽ അല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വിപസനയുടെ കാര്യം എടുത്ത് ചോദിച്ചത്. ഇനി എനിക്ക് അറിയേണ്ടത് നമ്മളുടെ സൈക്കോളജിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ലൈക്ക് ഇപ്പോൾ ഡോക്ടർ ബ്രയൻ വേസിൻ്റെ എക്സ്പെരിമെൻറ്റ്സിൽ പറയുന്നുണ്ട് മെമ്മറീസ് ഫ്രം ദി പ്രീവിയസ് ലൈഫ്സ്. ഇപ്പോൾ ചെറിയൊരു കുട്ടി, നേരത്തെ പറഞ്ഞ ട്വിൻസ്, ഒരു വീട്ടിൽ ജനിക്കുന്ന 2 കുട്ടികളുടെ ഓവറോൾ ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്, ഈവൺ ദോ ബയോളജി സെയിം ഓൾമോസ്റ്റ്. അപ്പോൾ ഇവരുടെ ഫോർമേഷൻ തന്നെ ആക്ച്വലി ഇവർ രണ്ടാണ് ആക്ച്വലി. അതെ, ഈവൺ ദോ ആ ബോഡി ലുക്സ് സെയിം ആണെങ്കിലും. പക്ഷെ നമ്മൾ അവരെ കമ്പയർ ചെയ്യുന്നത് രണ്ടും ഒരുപോലെ, എല്ലാം കൊണ്ടും ഒരുപോലെ. അപ്പോൾ ഇവർ സൈക്കോളജിക്കലിയും ഒരുപോലെയാണ്, മെൻ്റലി ഒരുപോലെയാണ്, ആസ് ദേ ആർ ഫിസിക്കലി, സ്പിരിച്വലി ഒരുപോലെയാണ്. പക്ഷെ അല്ല, ഇവരെല്ലാം ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആണ്. നമ്മൾ കാണുന്നതും അവർ പോലും സ്വയം കാണുന്നത് പക്ഷെ സൈക്കോളജിക്കൽ ലെവലിലാണ്.
എനിക്ക് ദേഷ്യം വരും, അവന് ദേഷ്യം വരത്തില്ല. അപ്പം ഞാൻ ദേഷ്യം വരുന്ന ഒരാളാണ്. പക്ഷെ വാട്ട് ഈസ് എഫക്റ്റിംഗ് അവരുടെ പ്രീവിയസ് മെമ്മറീസ് എങ്ങനെയാണ് ഈ സൈക്കോളജി അവരുടെ മെൻ്റൽ ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ഒരു പക്ഷേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഡീപ്പർ ലെവലിൽ ആ മോഡിഫിക്കേഷൻ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റില്ലേ? ഇത് ശരിക്കും വേണ്ടത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് പാരൻസിനാണ് ശരിക്കും പേരൻസിന് വേണ്ടത്. അറിയില്ലല്ലോ. പക്ഷേ ഇത് ഏ പേരൻസിന് അറിയില്ലല്ലോ. അതെ. അല്ല നമ്മൾ എല്ലാ രീതിയിലും ഈ ട്വിൻസിനെ ഒരേപോലെ ആയിരിക്കണം എന്നാണ്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ടാഞ്ചിബിൾ ആയിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. ഓക്കെ. അപ്പോൾ 2 കുട്ടികൾ ജനിച്ചു എന്ന് വെക്കുമ്പോൾ നമ്മളെന്താ അവരുടെ ബ്രെയിൻ ഒരേപോലെ ആയിരിക്കാം അല്ലേ? അവരുടെ ബോഡി ഏകദേശം സിമിലർ ഫ്രാറ്റേണൽ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് അതനുസരിച്ച് അവരുടെ ബോഡി പാർട്സ് ഉണ്ടാവും. അപ്പോൾ ജീന് ഒരേ രീതിയിലായിരിക്കും. ഒരു അച്ഛനമ്മയുടെ ഇതിൽ നിന്ന് വരുമ്പോൾ ജീന്. പിന്നെ എന്താണ് വ്യത്യാസമുള്ളത്? അതെ. അപ്പോൾ സയൻറ്റിഫിക് ലെവലിൽ സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് മനസ്സിലാക്കാനും അനാലിസിസ് ചെയ്ത് കണ്ടെത്താനുള്ള സാധനങ്ങൾ. ഇതിന് ഇത്രയും സാധനം മതി. മതി. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഡിഫറൻസ്. ഡിഫറൻസ് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതെ. അവിടെയാണ് ഈ പറയുന്ന സോളും പാസ്റ്റ് കർമ്മയും സംസ്കാരയും വാസനയൊക്കെ കടന്നു വരുന്നത് അവിടെയാണ്. അപ്പോൾ അതിനെ അംഗീകരിക്കാതെ വേറെ വഴിയില്ല. കാരണം ഈ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ സയൻസും അതിനെ നല്ല രീതിയിൽ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓറ എന്ന് പറഞ്ഞ വാക്ക് പോലും ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്, ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ നമ്മുടെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോൾ പോലെ എനർജി ഫില്ല് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ യോഗയും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഈ തായ്ച്ചി ചെയ്യുമ്പോഴോ കിഗോങ് ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാം. നമുക്കിപ്പോൾ വെള്ളത്തിൽ ഇപ്പോൾ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് വെള്ളത്തിൽ ഞാൻ ചെയ്യുന്ന പോലെ വെള്ളത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളമുള്ളത് അറിയുന്നില്ലേ? അതേപോലെ നമുക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എനർജി ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ അറിയാം? നമ്മൾ ഈ ബോഡി മാത്രമല്ല എന്നറിയാം, മൈൻഡ് മാത്രമല്ല എന്നറിയാം. പിന്നെ ഇതിൻ്റെ ട്രാൻസിയൻ നേച്ചർ നമുക്കറിയാം. മൈൻഡ് എവിടെ നിന്നാണ് ഉണ്ടായത്? ഇത്രയും കാലം ഞാൻ ജീവിച്ചു, ഇത്രയും കാലം ഞാൻ എൻ്റെ ഇൻഫർമേഷൻസ് എടുത്തത് ഈ 5 സെൻസസിലൂടെയാണ്. ഇത് എൻ്റെ ഉള്ളിലൊരു മെമ്മറി ആയിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ എൻ്റെ ഫീലിങ്സ്, ഞാൻ കണ്ട് പഠിച്ച കുറേ സാധനങ്ങൾ, ഞാൻ കണ്ട സിനിമകൾ, ഇതെല്ലാം എൻ്റെ ഉള്ളിലേക്ക് കയറി ആകെ കൂടി രൂപാന്തരപ്പെട്ടുണ്ടായതാണ് ഈ മൈൻഡ് എന്ന് പറയുന്ന സാധനം അല്ലേ? അപ്പോൾ ഈ മൈൻഡിൽ നിന്നാണ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ഇൻട്രാക്ഷനിലാണെങ്കിലും വരുന്ന എവിടെ നിന്നാണ്? മൈൻഡിൻ്റെയാണ്. പക്ഷേ ഒരാഴ്ച മുമ്പുണ്ടായിരുന്ന മൈൻഡാണോ എൻ്റെ ഇന്നത്തെ? പോട്ടെ, ഇന്നലെ ഉള്ള മൈൻഡാണോ എൻ്റെ ഇന്ന്? തീരുമാനങ്ങൾ ആൾക്കാർ മാറുന്നില്ല. ഇവൻ ട്രംപിൻ്റെ പോലും തീരുമാനങ്ങൾ അടിക്കടി മാറുന്നത് നമ്മൾ കാണാറില്ല, ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ. അപ്പോൾ പിന്നെ ബോഡി എന്ന് പറയുന്നത് എന്താ? നമ്മൾ കഴിച്ച ഇത്രയും നാൾ ഈ 10-30 കൊല്ലം നമ്മൾ കഴിച്ച ഭക്ഷണം ശരീരത്തിൽ ചേഞ്ചായി വന്ന് ഉണ്ടായ ഒരു ഫിസിക്കൽ ഫോമാണ് ബോഡി. ഈ ബോഡിയിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പുള്ള അതേ ശരീരമാണോ എൻ്റെ? അല്ല. നാളെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉള്ളതാണോ? അല്ല. പക്ഷെ ഒരു സാധനം കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിലുണ്ട്. എന്താണ്? ഞാനെന്ന ആ ഒരു ചിന്തയല്ല ഞാൻ പറയണത്. ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെറുപ്പത്തിൽ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. എനിക്ക് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കുന്നത്. പക്ഷെ ആ സാധനം എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചിന്തകളെയും ഇമോഷൻസിനെയും ബോഡീനെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ വേണ്ട തിരുത്തലുകൾ നമുക്ക് വരുത്താം. ഇത് ആവശ്യമുള്ള ചിന്തയാണോ എന്ന് ആലോചിക്കാം, ഈ ഫീലിങ്സ് ആവശ്യമുള്ളതെന്ന് ആലോചിക്കാം. ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് കടന്നു പോയിക്കോട്ടെ. അതെല്ലാം ട്രാൻസിയൻ നേച്ചറാണ്. അപ്പോൾ ബുദ്ധൻ പറയുന്ന പോലെ, ബുദ്ധൻ എങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാം ഉദിക്കും എന്ന് പറഞ്ഞാൽ വരും, കുറച്ച് പീക്ക് സ്റ്റേറ്റിലേക്ക് പോവും, ഇതില്ലാതായി പോവും. നമ്മുടെ ശരീരമാണേലും മനസ്സുമാണേലും ചിന്തകളാണേലും ഇങ്ങനെ തന്നെയല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ നമുക്കുണ്ടാവണം. അപ്പോൾ അത് ഇല്ലാതായി പോകാനുള്ള ആ സമയം അതുവരെ നമുക്ക് മാറി നിന്ന് അതിനെ കാണാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിറ്റാച്ച്മെൻറ്റ് ഇങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ സൈക്കോളജിക്കലി എങ്ങനെയാണ്? സൈക്കോളജിക്കലി ഇതിനെ സർഫസ് ലെവലിലാണ് സൈക്കോളജി ട്രീറ്റ് ചെയ്യണം. കാരണം സൈക്കോളജി എവിടെ നിന്നുണ്ടായതാണ്? മനസ്സിൽ നിന്നുണ്ടായതാണ് സൈക്കോളജി. അപ്പം മനസ്സിൽ നിന്നുണ്ടായ സാധനത്തിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും അല്ലേ? അതിനപ്പുറത്തേക്ക് പോകുന്നതാണ് നമ്മളുടെ സ്പിരിച്വാലിറ്റി വരുന്നത്. സ്പിരിച്വാലിറ്റിയിൽ ഇൻ ടോട്ടാലിറ്റി എല്ലാത്തിനെ കാണാനും പറയുന്നുണ്ട്. അതേപോലെ തന്നെ സറണ്ടറിങ് ആണ് ഏറ്റവും വലിയ എലമെൻറ്റ് വരുന്നത്. ഇനിയിപ്പോൾ സൈക്കോളജിയിൽ തന്നെ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മൈൻഡ്ഫുൾനെസ് എടുത്തിട്ടുണ്ട്, അക്സെപ്റ്റൻസ് എടുത്തിട്ടുണ്ട്, ഹ്യൂമാനിസ്റ്റിക് തിയറി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല തിയറികളും വന്നിരിക്കുന്നത് സ്പിരിച്വാലിറ്റി തന്നെയാണ്. പക്ഷേ പലവരും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോവില്ല
അല്ലേ? പക്ഷേ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ സൈക്കോളജിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ സൈക്കോളജി എന്നുള്ള വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പഞ്ചസാര നേരിട്ട് കൊടുത്തിട്ട് തിന്നാൻ പറ്റില്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ രൂപത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ആൾക്കാർ. അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു മധുരത്തിനോടുള്ള സാധനം മനസ്സിലാക്കാന്ന്, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഏത് രൂപത്തിൽ വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. ഈവൻ സൈക്കോളജി പോലും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇപ്പോൾ ഫോർഗീവ്നെസ്, അതെ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, അതെ അതെ എക്സാക്ട് സെൽഫ് ലവ്. അതെ അപ്പോൾ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ടു ബി ഫ്രാങ്ക് ഇപ്പോൾ പല ഡോക്ടേഴ്സും ഒരുപാട് മരുന്നുകളൊക്കെ കൊടുത്തിട്ട് അവസാനം അവനോട് പറയുന്നത് യു ലവ് യുവർ സെൽഫ്. അതെ അതെ കുറച്ച് ഒന്ന് ഡയറ്റ് കൺട്രോൾ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക, ബ്രീത്തിങ് ചെയ്യുക, വെള്ളം കുടിക്കുക, ഗ്രൗണ്ടിങ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി സ്പിരിച്വാലിറ്റി മീൻസ്. എക്സാക്ട് ദാറ്റ്സ് ഹൗ എ ഹ്യൂമൻ ബീങ് ഈസ് ഫോംഡ്. അതെ ഓക്കെ. അപ്പോൾ ശരിക്ക് ഇന്ന് പല ലെവലിലും ഇപ്പോൾ സൈക്കോളജിക്കൽ ലെവൽ ഇപ്പോൾ ശരിക്ക് ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള, ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മാർക്കറ്റ് മെൻ്റൽ ഹെൽത്താണ് ഇന്ന്. അപ്പോൾ ആ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള പല ആൾക്കാരും ഈ സ്പിരിച്വാലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അതൊരു തിയറി ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഒതുങ്ങി പോവാണ് പലപ്പോഴും. അതെ ഇപ്പോൾ പല കോച്ചസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ICF സർട്ടിഫൈഡ് കോച്ചസ് തന്നെ എനിക്ക് തോന്നുന്നു ഓരോ വർഷവും 10,000 കണക്കിനും പുതിയ പുതിയ കോച്ചസ് വരുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു സ്പിരിച്വാലിറ്റി ബാക്കപ്പ് ഇല്ല. ഇവർക്ക് ആ പെർട്ടിക്കുലർ ഒരു കരിക്കുലം പറഞ്ഞിരിക്കുന്ന തിയറി മാത്രമേ ഇവരുടെ കയ്യിലുള്ള നോളജ്. നൗ ദ പ്രോബ്ലം ഈസ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് എ സോൾ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസ് ക്യാരീസ് ദ മെമ്മറി ഓഫ് പ്രീവിയസ് ലൈഫ്സ്, എത്ര പ്രീവിയസ് ലൈഫ് ഉണ്ടെന്ന് ഇപ്പോഴും അറിയില്ല. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് പ്രീവിയസ് ലൈഫ്സ് ഉണ്ട്. അപ്പോൾ അത്രയും മെമ്മറി ഉൾക്കൊള്ളുന്ന ഒരു എക്സിസ്റ്റിംഗ് എൻറ്റൈറ്റിനെയാണ് ഒരു പുസ്തകത്തിലെ നോളജുള്ള ഒരാൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസിലേക്ക് അവർക്ക് ഒരിക്കലും എത്താൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായി. അപ്പോൾ അവിടെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു എലമെൻറ്റും കൂടെ ചേർന്നിട്ട്, ദാറ്റ്സ് ലൈക്ക് സ്പിരിച്വാലിറ്റി ഇൻ്റഗ്രേറ്റഡ് സൈക്കോളജി ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ഇന്നത്തെ പ്രോബ്ലം, റിയൽ പ്രോബ്ലംസിന് പെർമനൻറ്റ് സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു മൊമെൻ്ററി ഇത് കൊടുക്കാനായിട്ട് പറ്റും, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോബ്ലത്തിന് നമ്മൾ സർഫസ് ലെവലിൽ, ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്കൊരു ഓവർ തിങ്കിങ് ഉണ്ട് ഒരു പർട്ടിക്കുലർ സാധനത്തിന്, നിങ്ങൾ വീണ്ടും വീണ്ടും അപ്പോൾ അവിടെ സൈക്കോളജിയിൽ ഇതിനെന്താണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആണ് ചെയ്യുന്നത്. ഈ ചിന്തകളെ എങ്ങനെ നമുക്ക് മാറ്റാം, പോസിറ്റീവ് ഫ്രെയിമിലേക്ക് ഇതിനെങ്ങനെ കൊണ്ടുവരാം, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷേ ഇത് നാളെയും വന്നുകൂടാന്നില്ല വരും. അപ്പം നാളെയും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? അല്ല, അവർ ചെയ്യുന്നതും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടൊക്കെ തന്നെയാണ്. അതിനെ ഞാൻ പറയുമല്ല, ഞാനും ഒരു സൈക്കോളജിസ്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൽ സ്പിരിച്വൽ എലമെൻറ്റും കൂടെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഡെയിലി ലൈഫ് പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ, ഇപ്പോൾ സുബിൻ ഒരു ഏറ്റവും മോശമായ ഒരു ഇവൻ്റ് ഒന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ ഒരു വേദനയുണ്ട്, അല്ലേ? ഇതിൽ ശരീരത്തിലൊരു വേദനയില്ലേ, അല്ലേ? ഈ ശരീരത്തിൻ്റെ വേദന ഒരു സെൻസേഷനായിട്ടാണ് വരുന്നത്, അല്ലേ? അപ്പം ഇത് മനസ്സിലാണോ ഈ ശരീരത്തിലെ വേദനയാണോ ആദ്യം കളയേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, കാരണം മനസ്സിലുള്ളതിനേക്കാൾ ചില സാധനങ്ങൾ നമ്മുടെ ബോഡിയാണ് നമ്മളതിനെ ആക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, റിമൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ചില പ്രാക്ടീസസിലൂടെ കളഞ്ഞു കഴിയുമ്പോൾ ഇയാൾക്ക് മനസ്സിലൊരു ചിന്ത വന്നാലും ആ ചിന്തയാണെന്ന് തോന്നണം, അതിനോട്ട് അറ്റാച്ച് ആവാതിരിക്കാനായിട്ടുള്ളൊരു വഴി അതിലുണ്ട്. അവിടെയാണ് യോഗയുടെ പ്രസക്തി. യോഗയും അവയർനെസ്സും മൈൻഡ്ഫുൾനെസ്സും ഈ പറയുന്ന വിപസനയെല്ലാം അവിടെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ശരിക്കും ഞാൻ ഒന്ന് ഇൻ്റർഫിയർ ചെയ്യാണ്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് വർക്ക് ഈസ് വർഷിപ്പ്, യുവർ ബോഡി ഈസ് ടെമ്പിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നതെന്ന് പണ്ട് മുതൽ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മളെന്ന് പറയുന്ന എക്സിസ്റ്റൻസ്, ഇപ്പം എൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന എൻ്റെ ദൈവം, അതെൻ്റെ ദൈവമാണ്, എൻ്റെ ദൈവം അതാണ്. ആ ദൈവം ഇരിക്കുന്നത് എൻ്റെ ഈ ടെമ്പിളിലാണ്, എൻ്റെ ഈ ശരീരത്തിലാണ്. അതുകൊണ്ടാണ് എ ഹ്യൂമൻ മൈൻഡ് വിൽ ബി ഇൻ ഹ്യൂമൻ ബോഡി, എന്തൊരു ചൊല്ലില്ലേ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പിൾ ക്ലീൻ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എൻറ്റൈറ്റി സ്ട്രോങ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ടെമ്പിളിനെ ക്ലീൻ ആക്കി വെക്കാൻ പറ്റും? അതിനാണ് യോഗിക് പ്രാക്ടീസസ്. അതെ 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 ഇത് രണ്ട് രീതിയിലാണ്. നമ്മുടെ ഒരു രണ്ട് തെറ്റിദ്ധാരണ നമുക്കുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണത് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, ഞാൻ പറഞ്ഞത് ഈ ലൈക്ക് നമ്മളുടെ ഇപ്പോൾ ഈവൻ ബോഡി, അങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടല്ലോ, ബോഡി, ആസ്ട്രൽ ബോഡി, അങ്ങനെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്.
അപ്പോൾ ഞാനെന്ന് പറയുന്ന എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എൻ്റെ സോള്. ഓക്കെ ഓക്കെ അപ്പോൾ അത് ഈ മനസ്സിലായി. ടെമ്പിൾ എന്ന് പറയുന്നത് എൻ്റെ ഹ്യൂമൻ ബോഡി എന്ന് ബോഡീനെ പറയുന്ന ഓക്കെ പരത്തിൽ മനസ്സിലായി ഞാൻ അങ്ങനെയാണ്. മനസ്സിലായി. ഓക്കെ ഈവൻ ദോ ഹ്യൂമൻ ബോഡി ഏറ്റവും ഉള്ളിലാണ്, മനസ്സിലായി ബാക്കിയുള്ളതാണ് പുറത്ത്. മനസ്സിലായി. എനിക്ക് ചോദ്യം വേറെയാണെന്ന് മനസ്സിലായി. ഒന്നും കൂടെ പറയാമോ ചോദ്യം ഒന്നും കൂടെ? ഞാൻ ചോദിച്ചത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ യോഗിക് പ്രാക്ടീസസ് കൊണ്ട് ആ നമുക്ക് നമ്മളുടെ ഹ്യൂമൻ ബോഡി ഇപ്പം നേരത്തെ മനോജ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലായി സ്പിരിച്വൽ മനസ്സിലായി. ആയിട്ടുള്ള കാര്യങ്ങളും അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ സൊല്യൂഷൻ ഉണ്ടാവും ഡെഫിനറ്റ്ലി. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉറവിടം സോഴ്സ് ഓഫ് അല്ലെങ്കിൽ മിസ്അലൈൻമെൻ്റ് എവിടെയാണ് വരണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പാറ്റേണിൽ നമ്മൾ ജീവിച്ചു അല്ലേ. ഒരു തോട്ട് വരുമ്പോൾ അതെന്താ സംഭവം ശരിക്കും എന്താ ചെയ്യണേ, ആ തോട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ബോഡിയിലേക്ക് ഒരു സിഗ്നൽ വിടും, ഹീസ് ഇൻ ഡേഞ്ചർ അല്ലേ. നമ്മുടെ ഇത് സർവൈവൽ മോഡിലേക്ക് പോകും. ഡേഞ്ചർ എന്ന് പറയുമ്പോൾ തന്നെ ബോഡി എന്ത് ചെയ്യും, പവർ തരും നമുക്ക്. എന്തിനാ, ഓടാനോ ഒളിക്കാനോ അല്ലെങ്കിൽ ജീവിക്കാൻ സർവൈവൽ എന്നുള്ള ഒരു മോഡിലേക്ക് ബോഡി മാറുമ്പോൾ അഡ്രിനാലിൻ്റെ പമ്പ് വരും, കോർട്ടിസോൾ ഹോർമോൺ റഷ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കൈ വിയർക്കാൻ തുടങ്ങും, നെഞ്ചിടിക്കാൻ തുടങ്ങും, പേടി വരും. പേടി ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധനവും ഇതൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തോന്നും. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ ബോസിനെ കാണുമ്പോഴും നമ്മുടെ ഭാര്യയായിട്ട് തല്ലുപിടിക്കുമ്പോഴും നമ്മുടെ നെയ്ബറെ കാണുമ്പോഴും ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും ഈ സാധനം ഉണ്ടാവാൻ തുടങ്ങും. ഓക്കെ, ഇതുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു തോട്ട് കണക്റ്റഡ് ടു ദിസ് പേഴ്സൺ അല്ലെങ്കിൽ ദിസ് പ്ലേസ് അല്ലെങ്കിൽ ദിസ് സിറ്റുവേഷൻ ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ടില്ല, ഇതവിടെ സപ്രസ് ചെയ്ത് കിടക്കുവാണ്. അപ്പോൾ വീണ്ടും ഇതേ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് തോട്ട് വിടും. ഈ തോട്ട് ഉടനെ ഈ ഹോർമോണിനെ താഴത്തേക്ക് വിടും. ഈ ഹോർമോൺ ഇതേ സാധനം പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ഇത് ഒരു 3-4 കൊല്ലം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിത്തൗട്ട് എനി ആക്ഷൻ, ഇഫ് ദിസ് ഗോസ് ഓൺ വാട്ട് ഹാപ്പൻസ്, പിന്നെ ആള് വരണം തന്നെ ഇല്ല, തന്നെ ബോഡി അത് അതിൻ്റെ പ്രതിപ്രവർത്തനം ചെയ്തു തുടങ്ങും അല്ലേ. പിന്നെ ഇതിൻ്റെതായ സാധനങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് വെറുതെ വിടുമോ, അടുത്ത തോട്ടിലേക്ക് ഇവൻ കൊണ്ടുപോകില്ലേ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷന് ഇത് കണക്ട് ചെയ്യും. ഇപ്പം പണ്ട് ഒരു തല്ലുപിടുത്തമാണ് ഉണ്ടായിരുന്ന, ആ തല്ലുപിടുത്തം ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലായിരുന്ന ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ഇത് വേറൊരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തൊക്കെ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഇയാൾക്ക് വരാമെന്നുള്ളത് ആലോചിച്ചെടുക്കും. എന്നിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളെയും കൂടെ ഇത് കൊണ്ടുവന്ന് അത് ആങ്സൈറ്റിയിലേക്കും കൂടെ പോകാനായിട്ടുള്ള സാധ്യതയും, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ യോഗ എന്താ ചെയ്യുന്നത്? യോഗ നമ്മളൊരു പെർട്ടിക്കുലർ പോസ്ചറിലേക്ക്, ആസനാസ് എന്ന് പറയുന്നത് അഷ്ടാംഗയിൽ 8 ലിംസ് ഓഫ് യോഗയിൽ ഒരു അംഗമാണ്, ഒരു ലിംബാണ് ആസനാസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ആസനാസ് നമ്മൾ ചെയ്യുമ്പോൾ ബോഡി ഒരു പെർട്ടിക്കുലർ പോസ്ചറിലാണ് ബോഡി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 72,000 നാഡികളുണ്ട്. നാഡികൾ എന്ന് പറഞ്ഞാൽ എനർജി ചാനൽസ് ഉണ്ട്. ഇതിലെയാണ് എനർജി, അതായത് പ്രാണൻ ഒഴുകി ബോഡിക്ക് വേണ്ട സാധനങ്ങളൊക്കെ പ്രാണനിലൂടെയാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഓക്സിജൻ മാത്രമല്ല, പ്രാണനും കൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എനർജി ബോഡി എന്ന് നമ്മൾ പറയുന്ന സാധനം. നമ്മൾ പറയില്ല, ഒരാളുടെ ഓറ കണ്ടു കഴിഞ്ഞാൽ ഓറ ഉണ്ട് അയാൾക്കെന്നൊക്കെ പറയില്ല. ഇപ്പോഴത്തെ ഒരു ജെൻസിയുടെ വേർഡാണ് ഓറ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയും. ഓറ -999 എന്നൊക്കെ ഓറ ഇല്ലാത്ത ആൾക്കാരെ അവർ വിളിക്കും. മനസ്സിലായില്ലേ? അപ്പം ഈ എനർജി ചാനൽസ് കറക്റ്റായിട്ട് ഈ എനർജി ഫ്ലോ ചെയ്യാൻ പറ്റണം ബോഡിയിൽ. ഓക്കെ, അപ്പോൾ ഇതിന് ഒത്തിരി ബ്ലോക്സും ഉണ്ടാവും. ഓക്കെ, അത് ഈ തോട്ട്സ് കാരണവും നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും ഉറക്കം കൊണ്ടും ഒക്കെ ഇതിന് ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലോക്സിനെ അലൈൻ ബോഡീനെ പെർട്ടിക്കുലർ പോസ്ചറിൽ വെക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ തന്നെത്താനെ ക്ലിയർ ആയി തുടങ്ങും. പിന്നെ അത് കൂടാതെ ഇപ്പോൾ എന്താ തൈറോയിഡ് ഹോർമോൺ, നമ്മുടെ ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ചില ആസനാസിൽ ഇത് തന്നെ ഈ ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ഹോർമോണൽ പ്രൊഡ്യൂസിങ് ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ടോ ഒരാഴ്ച ചെയ്തുകൊണ്ടോ കാര്യമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട്, പെർസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് തുടങ്ങണം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും 90% ആൾക്കാർ യോഗ ചെയ്തിട്ടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിന് ഇതൊരു ത്രെട്ടാണ്. യോഗയും മെഡിറ്റേഷനൊക്കെ മൈൻഡിനൊരു ത്രെട്ടാണ്. അപ്പോൾ അവനെ പേടിപ്പിക്കുന്ന ഒരു സാധനം വന്നാൽ അവൻ ഇല്ലാതായി പോകുന്ന അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ എല്ലാ രീതിയിലുള്ള എക്സ്ക്യൂസസ് വേണം ഇട്ട് കൊടുക്കും. കാലുവേദന, അല്ലെങ്കിൽ ആ സ്ഥലം കൊള്ളൂല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പെയിൻ അല്ലേ, അവൻ ശരിയല്ല, അവിടെ പോകണ്ട, പിന്നെ ആവാം, ഇങ്ങനെ ഓരോ എക്സ്ക്യൂസസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ കയറി പിടിക്കും ആൾക്കാർ. എന്നിട്ട് ഈ സാധനം നിൽക്കും. അല്ലെങ്കിൽ ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ അവിടെ പോവാം.
അപ്പോൾ ഈ എക്സ്ക്യൂസിൽ കയറി പിടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവൻ നിൽക്കും. പക്ഷേ അവനോട് നാളെ ആര് ചോദിച്ചാലും ഇവൻ യോഗ ചെയ്തിട്ടുണ്ട്, പക്ഷേ വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല യോഗ എന്നുള്ള അഭിപ്രായം പറയുകയും ചെയ്യും, അല്ലേ? പക്ഷെ ഒരു യോഗയുടെ ശരിക്കുള്ള ഗുണം കിട്ടണമെങ്കിൽ ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തുടങ്ങണം. ഇനീഷ്യൽ 1-1.5 മാസം ഇവന് നല്ല പെയിൻ ഉണ്ടാവും ശരീരത്തിൽ. മാനസികമായിട്ട് ഉള്ളിൽ കിടക്കുന്ന, നേരത്തെ ഞാൻ വിപസനയിൽ പറഞ്ഞ സാധനങ്ങൾ പുറത്തേക്ക് വരുന്നു പറഞ്ഞ പോലെ, മൈൻഡ് ഒന്ന് സട്ടിലായി കാമായി തുടങ്ങുമ്പോഴത്തേക്കും അകത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്തൊക്കെ ഇതിനെ അവയർനെസ് കൊടുക്കാനും നമുക്ക് പറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുവാണെങ്കിൽ ഒരു 6 മാസം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ കം ടു എ സ്റ്റേബിൾ പൊസിഷൻ വേർ ഹി ക്യാൻ ഐഡൻറ്റിഫൈ ഹിസ് തോട്ട്സ്, ഹിസ് ഇമോഷൻസ് ആൻഡ് ഹി ക്യാൻ മാനേജ് ദാറ്റ് അക്കോർഡിംഗ്ലി. അതെ അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയാണ് നമ്മൾ കോച്ചിങ്ങിൽ, അല്ലാത്തവരും കോച്ചിങ്ങിൽ വരുന്നുണ്ട്. കോച്ചിങ്ങിൽ വരുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സ് പറഞ്ഞു കൊടുക്കും അവർക്ക്. അതേപോലെ തന്നെ ചില രീതിയിലുള്ള മെഡിറ്റേഷൻസ് പറഞ്ഞു കൊടുക്കും. ഈ ഗൈഡഡ് ഇമാജിനറി മെഡിറ്റേഷൻസ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡ്സിൽ തെറാപ്പിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സൈക്കോ തെറാപ്പിയും കൂടെ നമ്മൾ ആ സബ്ജക്റ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ആൾക്ക് എന്താണ് ചേരുന്നതെന്നനുസരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് വളരെ ഈസിലി അതിനൊരു പരിഹാരം കിട്ടുന്നതായിട്ടാണ് നമ്മൾ കണ്ടേക്കണത്. ശരിക്കും മനോജ് ഇപ്പോൾ കുറച്ചും കൂടി ഡീപ്പർ ലെവലിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതായത് നമ്മൾ പല ആൾക്കാരോടും ഇപ്പോൾ മനസ്സിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ശരിക്കും ഇവൻ തന്നെ ഇവൻ്റെ ശരീരത്തിനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിനൊരു മെമ്മറി ഉണ്ട്. അതെ, അപ്പോൾ ഇവൻ എപ്പോഴും ഫിയർ ആൻഡ് ഫൈറ്റ് മോഡിൽ നിന്നിട്ടുള്ള ആളാണ്. പെട്ടെന്ന് ഒരു ദിവസം ഇവൻ മെഡിറ്റേഷൻ ചെയ്യുന്നു, ഇവൻ നന്നാവുന്നു, ഇതൊന്നും ശരീരത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. അപ്പോൾ ശരീരം എന്ത് ചെയ്യും? ശരീരം ആ രീതിയിൽ അവനെ വീണ്ടും ആ മോഡിലേക്ക് കൊണ്ടുവരും. അതെ, ഇല്ലാത്ത പ്രശ്നങ്ങൾ കണ്ടെത്തും. ഇപ്പം ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഒരു പ്രശ്നവും ഇല്ലാത്ത സമയത്ത് അവരോട് ബ്രെയിനിനെ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും, എടാ എൻ്റെ ബ്രെയിൻ എന്തോ പ്രശ്നം തപ്പിക്കൊണ്ടിരിക്കുക. അത് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, അതെ, അത് അതെ. ബ്രെയിൻ ലിറ്ററലി എന്തോ ഒരു പ്രശ്നം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലത്തെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ഓഫീസിലെ കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് വേറെ പ്രോസസ്സ് അവിടെ നിന്ന് ആക്ടിവേറ്റ് ആവും. അത് അവന് ഭയങ്കര ഫെമിലിയറാണ്. ഫാമിലിയാ. ഇത് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു. ക്ലയൻറ്റിന് ചില സ്ഥലങ്ങൾ ഹോസ്പിറ്റൽസ് കണ്ടാൽ പേടിയാണ് ക്ലയൻറ്റിന്. ഓക്കെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിയർ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റിയാണത്. ഹെൽത്ത് ആങ്സൈറ്റിയിൽ പെടും ഇത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ പുള്ളിക്ക് ഞാൻ ഒരു മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞു കൊടുത്ത് പുള്ളി ചെയ്യാൻ തുടങ്ങി. ചെയ്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പുള്ളിയുടെ ബാലൻസ് പോകുന്ന പോലെ തോന്നി മൈൻഡ്. കാരണം മൈൻഡ് ക്ലിയർ ആയതാണ് അവിടെ. അതെ കുറേ സാധനങ്ങൾ മാറിയതാണ്. പക്ഷെ പുള്ളിക്ക് ആയ പേടിയായി വേർക്കാൻ തുടങ്ങി. വേർക്കാൻ തുടങ്ങുന്നത് മറ്റേ പേടി തന്നെയാണ്. ആ ഹെൽത്തിൻ്റെ പേടി തന്നെയാണ് ഉള്ളിൽ വന്നത്. ഏത് ബാലൻസ് പോയോ എനിക്ക് എന്താ സംഭവിക്കണം എന്നുള്ള ഈ അഴുക്ക് പോയതാണ് ഉള്ളിൽ നിന്ന്. ഈ അഴുക്ക് പോകുമ്പോഴും ആ ക്ലാരിറ്റി വന്നതുപോലും ആൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിന് നമ്മൾ പറഞ്ഞ അവയർനെസ് കൊടുത്ത് ഇതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷമായി. പുള്ളിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി പുള്ളിക്കെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, നല്ലത് പോലും പെട്ടെന്ന് ഒരു ഹെവി ആയിട്ട് വന്നു കഴിഞ്ഞാൽ താങ്ങാനുള്ള പറ്റില്ല. ആ ഒരു കണ്ടീഷനിങ് ഇല്ല. മനോജ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. വളരെ നല്ലൊരു എക്സാമ്പിളാണ്. ഒരാൾ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളി ബിസിനസ്സാണ് ചെയ്യുന്നത്. കുറേ കാലങ്ങളായിട്ട് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഫിനാൻഷ്യൽ ചലഞ്ചസ് ഭയങ്കരമായിരുന്നു. പുള്ളിക്ക് ഒരു നല്ലൊരു ഡീല് ക്ലോസ് ആയി. പെട്ടെന്ന് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ മാറി. പുള്ളിക്ക് അന്ന് മുതൽ ഇല്ലാത്ത അസുഖങ്ങളില്ല. ഓക്കെ. അന്ന് മുതൽ പുള്ളിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ. എങ്ങനെ എന്ത് ചെയ്തിട്ടും പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞ് ആ ഡീല് കയ്യിൽ നിന്ന് പോയി. ഓക്കെ. അപ്പോൾ പുള്ളി ഭയങ്കര ഫ്രീ ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശത്രുവിനെ അത്രയും സ്ട്രോങ് ആയിട്ട് അയാൾ ബിൽഡ് ചെയ്തിരിക്കുക. അതെ, അതെ. എന്നിട്ട് അയാൾ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ അറിയുന്നില്ല. പോരാതെ രണ്ടാമത്തെ കാര്യം, ഇവരൊക്കെ ഈ ചിന്തകളെ വളരെയധികം ആരാധിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ കോർപ്പറേറ്റിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർ, അവർക്കിപ്പോൾ ഒരു മോശം സിറ്റുവേഷൻ അവർ അറിയാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ അവർക്കൊരു ചലഞ്ച് ഉണ്ട്, ഒരു സ്ട്രഗിൾ ഉണ്ട് സോൾവ് ചെയ്യാനായിട്ട്. പക്ഷെ ഇതൊന്ന് മാറ്റി കഴിയുമ്പോൾ പിന്നെ എന്തുണ്ട്, അവിടെ വേക്കൻ്റ് ആണ്. അതെ, അവിടെ ചെയ്യാനായിട്ട് വേറെ ഒന്നും ഇല്ല അവർക്ക്. കാരണം വെറുതെ ഇരിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആണല്ലോ. എല്ലാം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാലാണ് നീ നല്ലവനാണ്, നീ പ്രൊഡക്റ്റീവാണ് എന്നുള്ള തോന്നൽ ആൾക്കാർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റെസ്റ്റ് എടുക്കാനോ ആൾക്കാർക്ക് അത്രയും ടയേർഡായി എല്ലാ രീതിയിലും ഡൗൺ ആണെങ്കിൽ പോലും
ഒരു മണിക്കൂർ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് തോന്നൂല. പറ്റില്ല. കാരണം എന്താ, അതൊരു മടിയുടെ സിമ്പിളും അല്ലെങ്കിൽ അതൊരു എന്താ പറയണ ആലസ്യത്തിൻ്റെ സിമ്പിളൊക്കെ ആയിട്ടാണ് ആൾക്കാർ കാണുന്നതും. സ്വയം ആ കുറ്റബോധവും ഉള്ളിലേക്ക് വരും. അതെ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് അതെ. ഇത് വളരെ കൂടുതലാണെന്നുള്ളതാണ്. പക്ഷേ ഇത് ശരിക്കും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. കാരണം ഇവരറിയുന്നില്ല ഇവരുടെ എനിമീനെ ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് അതെ ജീവിക്കുന്നത്. അതെ 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 അപ്പോൾ ഇപ്പം മനോജ് പറഞ്ഞ പോലെ നമ്മൾ സ്പിരിച്വൽ ലെവലിൽ ഒരാളുടെ ഗോള് കണ്ടെത്തിയേ പറ്റൂ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മെൻ്റൽ ലെവലിലുണ്ട്, സൈക്കോളജിക്കൽ ലെവലിലുണ്ട്. ഉം. അതും കഴിഞ്ഞിട്ട് ആ മെൻ്റൽ പാറ്റേൺ ബിൽഡ് ചെയ്തിട്ടുള്ള ഹാബിച്വൽ പാറ്റേൺസ് ഉണ്ട്, ഫിസിക്കൽ പാറ്റേൺസ് ഉണ്ട്. അതെ. അപ്പോൾ ഫിസിക്കൽ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് യോഗ, മെഡിറ്റേഷൻ, ആ ഒരു യോഗ, മെഡിറ്റേഷൻ കൊടുക്കാം നമുക്ക്. അതുകൂടാതെ തന്നെ ജേർണലിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് തോട്ടാണ് അവർക്ക് വരുന്നതെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഇല്ലാത്തതാണ് അവരെല്ലാത്തിൻ്റെയും പ്രോബ്ലം. അതെ. അപ്പോൾ അവർക്കൊരു തോട്ട് വരുന്നു, ഒരു ഇമോഷൻ വരുന്നു, അവരതിനെ കാണുന്നു, എനിക്കിത് വന്നു അല്ലേ, ഈ വന്നത് എൻ്റെ സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനെ ഇവർ കാണാൻ പറ്റുന്നുണ്ട്, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഴി പറയാതെ. ഇവിടെയാണ് സെൽഫ് ലവിൻ്റെ നേരത്തെ പറഞ്ഞ സാധനവും കൂടെ ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ പഴി പറയുന്നില്ല. എൻ്റെ സിറ്റുവേഷൻ, ഞാൻ ഗ്രൗണ്ടഡ് ആണ്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. ശരി, ഇനി എന്ത് ചെയ്യാം? ഈ വരുന്ന പ്രോബ്ലത്തിനെ എടുത്ത് അനലൈസ് ചെയ്യാനായിട്ട് ഈ പ്രോബ്ലം ഞാനല്ല എന്നുള്ളൊരു അറിവ് വേണം അവർക്ക്, അല്ലേ? ബൈ തിയറി അല്ല, ബൈ എക്സ്പീരിയൻഷ്യൽ ലെവലിൽ അവർക്കൊരു അറിവ് വേണം, ഈ പ്രോബ്ലം ഞാനല്ല, ഇതെൻ്റെ ഒരു സിറ്റുവേഷൻ മാത്രമാണ്. അങ്ങനെ ഒരു അറിവ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോബ്ലത്തിനെ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെന്ത് ചെയ്യണമെന്നും അതുകൂടാതെ അതിന് വേറെ എന്ത് സാധനം അതിന് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ പ്രോബ്ലത്തിനോടുള്ള കൈൻഡ് ഓഫ് ഇവരുടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, ആ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറി അടുത്ത ഒരു 3-4 പ്രാവശ്യം ഇത് വരുമ്പോൾ സിമിലർ പാറ്റേണിൽ ഇവരിതിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ ത്രൂ. പക്ഷേ ഇനിയും ഇത് വന്നുകൂടായികയില്ല. അവിടെയാണ് നമ്മുടെ പ്രാക്ടീസസ് ഇവരെ, ഈ പറയുന്ന യോഗയാണേലും ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് ആണെങ്കിലും എല്ലാം ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ്. ഞാൻ റീസെൻ്റ്ലി ഒരു മെഡിറ്റേഷൻ, മറ്റേ ഹോപ്പ് മെഡിറ്റേഷൻ എന്ന് പറയും, ഹോ ഒപ്പോനൊപ്പോനോ എന്നാണ് ഓക്കെ, ഹോപ്പോനോപ്പോനോ. അപ്പോൾ അത് ഹവായൻ അതെ മെഡിറ്റേഷൻ. അതെ അപ്പോൾ അതെ. ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാനത് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എന്താ ഇതിനകത്ത് പറയുന്നത്? അതിനകത്ത് മെയിൻലി 4 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ സ്വയം പറയുകയാണ്, ഐ എം സോറി, ഐ ഫോർഗീവ് യു, ഐ താങ്ക് യു, ഐ ലവ് യു. ഈ 4 കാര്യങ്ങളാണ് പറയുന്നത്. 4 സെൻറ്റൻസേ ഉള്ളൂ ഈ പറഞ്ഞ മാതിരി. അപ്പോൾ നമുക്കത് സെൽഫായിട്ടും ഏതെങ്കിലും സിറ്റുവേഷനെ വെച്ചിട്ടും ഏതെങ്കിലും ഒരു ആളെ വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ചെയ്താൽ മതി, ഡു ഇറ്റ് 100 times, യു വിൽ ഗെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ കുറച്ച് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സോളിനോട് ചോദിച്ചു, ലൈക്ക് ഗീവ് ദ മീനിങ് ഓഫ് ദിസ്. ഇത് മനസ്സിലാവുന്നില്ല സാധനം, പക്ഷെ ഭയങ്കര പവർഫുൾ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ദിസ് ഈസ് മൈ സോൾ ടോക്കിംഗ് ടു ദിസ് ബോഡി നെയിംഡ് സുബിലാൽ. ഓക്കെ, എന്നിട്ട് അത് പറയാണ്, സുബിലാൽ, ഐ എം സോറി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയണത്, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ശരീരം ഇവിടെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഐ എം സോറി ഫോർ ദാറ്റ്. നീ അതിനകത്ത് ഒരുപാട് പെയിൻ എടുക്കുന്നുണ്ട്. സെക്കൻഡ് സെൻറ്റൻസ് പറയുന്നത്, സുബിലാൽ, ഐ ഫോർഗീവ് യു. ഞാൻ ഈ ഇൻറ്റൻഷനും കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, നീ ജീവിക്കുന്നു അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞ വഴിയിൽ നിന്ന് മാറിയിട്ട് നീ ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട്, അത് ഞാൻ ക്ഷമിക്കുന്നു, ഐ ഫോർഗീവ് യു. പിന്നെ പറയുന്നത്, ഐ താങ്ക് യു, എന്തൊക്കെയായാലും നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഐ ലവ് യു. ഇൻ ദി എൻഡ് നമ്മൾ ഒന്നാണ്, ഐ ലവ് യു. ആ മീനിങ് പെട്ടെന്ന് എനിക്ക് എങ്ങനെയോ മനസ്സിൽ വന്നു. ആ രീതിയിൽ ഞാനിതിനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര മാജിക്കൽ റിസൾട്ട് വരാൻ തുടങ്ങി. അതുവരെ അതൊരു വാക്കുകൾ മാത്രമായിരുന്ന സാധനം, ഇത് പെട്ടെന്ന് മാറി. പിന്നെ എനിക്ക് ഇതേപോലെ 1-2 ഫ്രണ്ട്സ് ആ ടൈമിൽ തന്നെ എന്നോട് ചോദിക്കേണ്ടായി, ഞാൻ അവർക്കത് പറഞ്ഞു കൊടുത്തു, അവരും അത് പ്രാക്ടീസ് ചെയ്യണ്ടായി. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ പല സ്ഥലങ്ങളിലും മാറി. പെട്ടെന്ന് ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്യും, അവരെ വെച്ചിട്ട്. എൻ്റെ പേര് മാറ്റിയിട്ട് അവരുടെ പേര് വയ്ക്കും. അപ്പോൾ അത് പെട്ടെന്ന് ഏതെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് വയ്ക്കും. അപ്പോൾ ഇത് ഭയങ്കര മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ. ഇതെങ്ങനെയാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്പോണൊപ്പോണോയിൽ നമ്മളുടെ വയസ്സ് എന്താണോ, ഇപ്പോൾ 30 വയസ്സാണെങ്കിൽ 30+2 എന്നെടുക്കുക, 32 എന്നെടുക്കുക. എന്നിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഹഗ് ചെയ്യുക. കിടക്കുന്ന ബെഡിൽ ഇരുന്നിട്ട് ഹഗ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പോസ്റ്ററിലേക്ക് വരിക, സറണ്ടറിങ് പോസ്റ്ററിലേക്ക് വരിക. സറണ്ടറിങ് പോസ്റ്ററിൽ വന്നിട്ട് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ റിപ്പീറ്റായിട്ട്, ഈ പറയുന്ന 30 വയസ്സാണെങ്കിൽ 31 പ്രാവശ്യമോ അല്ലെങ്കിൽ 32 പ്രാവശ്യമോ നമ്മൾ ഇതിനെ ചാൻറ്റ് ചെയ്യുക.
ഈ ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫീലിങ്സ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ സമാധാനിപ്പിക്കുമ്പം കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല നമ്മൾ തന്നെയാണ് നമ്മളോട് ഇത് ചെയ്യണമെന്ന് അതെ, മനസ്സിലാവില്ല. അറിയില്ല. ഇതൊരു വേറെ ഒരു സാധനം വന്നിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്, നമ്മളെ സമാധാനിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ അതെ. ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് മോഡിലേക്ക് പോവും. അവിടെ ഈ എൻട്രി, ഈ പറയുന്ന ഫോർഗീവ്നെസ്സും ഈ പറയുന്ന ലവും കമ്പാഷനൊക്കെ അവിടെ ബിൽഡ് ചെയ്യും. ഉം. പിന്നെ അറിയാലോ, ഇത് ഉറങ്ങുമ്പോൾ ചെയ്യുന്നതുകൊണ്ട് ഈ സാധനം അവിടെ night. കിടന്ന് വർക്ക് ചെയ്യും, അതെ. ഫുൾ നൈറ്റ് കിടന്ന് വർക്ക് ചെയ്യും. രാവിലെ യു വിൽ വേക്കപ്പ് ഫ്രഷ് വിത്ത് ലോട്ട് ഓഫ് ലവ്. അതല്ലെങ്കിൽ സെൽഫ് ലവ് ഇല്ലാത്ത ആൾ എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ എണീക്കുന്നത്? ഇയാൾ എണീറ്റ് അയാളുടെ മൂഡ് തന്നെ, ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ അന്നത്തെ ഫുൾ പ്രശ്നം ഒറ്റയടിക്കാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. അയാൾ അനുഭവിക്കാൻ പോകുന്ന ദുരിതം ഒറ്റയടിക്ക് അയാളുടെ കയറി വരും. അയാൾ ഒരു നെഗറ്റീവ് എനർജിയിലാണ് അയാൾ എണീറ്റ് പോണത്. അതെ. ഇനി ഒരു എന്താ പറയുക, അയാൾ കണ്ണാടി നോക്കുമ്പോൾ അയാളുടെ ശരീരത്തിനെയും മനസ്സിനെയും സ്നേഹിക്കുന്നില്ലെങ്കിൽ അവിടെയും ഒരു ബാഡ് റിമാ. കാരണം അയാളിപ്പോൾ ജിമ്മിൽ പോകണമെന്നോ എക്സസൈസ് ചെയ്യണമെന്നോ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു, അത് നടക്കുന്നില്ല. അല്ലെങ്കിൽ യോഗ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, നടക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ശരീരമാണ് അയാളെ കണ്ണാടി കാണണമെങ്കിൽ അയാൾ അവിടെ പറയും, അവിടെ ഒരു ഗിൽട്ട് അതെ. അയാൾക്ക് വന്നു. അതെ. പിന്നെ അയാൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റോ ആൾക്കാരുടെ ക്രിറ്റിസിസമോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ അയാൾ ഇത് ഓരോന്നിനെയും ഉള്ളിലിട്ട് കൊണ്ടു നടന്ന് അന്നത്തെ ഫുൾ ഓഫീസിലെ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുവായി. വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ വീട്ടിലും അവിടെയും ഉണ്ട് എന്താണ് ഹീൽ ചെയ്യപ്പെടാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അവിടെ ഇത് വർക്ക് ചെയ്യും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ കംപ്ലീറ്റ് ബേർഡനോടെയാണ് ഇയാൾ ഉറങ്ങാനായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തും കൊണ്ടാണ് കിടക്കണത്, ആ സാധനം ഫുൾ നൈറ്റ് വർക്ക് ചെയ്യും. പിന്നെ പിറ്റേ ദിവസവും ഈ സാധനം ഇതേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ അവിടെയാണ് നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ ഒരേപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണ്. നമുക്കറിയാം നമ്മുടെ വീക്ക്നെസ് നമുക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന സാധനമല്ല. പക്ഷേ ഈ വീക്ക്നെസ്സിനെ നമ്മൾ എംബ്രേസ് ചെയ്യുക, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. എൻ്റെ അവസ്ഥ ഇത് രണ്ടും കൂടെ ചേർന്നതാണ്, ശരിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്താലും നമുക്ക് ആ വീക്ക്നെസ്സിനെ എങ്ങനെ ഗ്രോ ചെയ്യാന്നുള്ള സ്റ്റെപ്സ് എടുക്കാനുള്ള ഒരു ധൈര്യവും കമ്പാഷനൊക്കെ നമ്മളോട് തന്നെ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതെ. പിന്നെ ഈ പറയുന്ന ക്രിറ്റിസിസം വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പോൾ ഞാൻ ജോലി മര്യാദയ്ക്ക് ചെയ്തില്ല, എന്നെ ക്രിറ്റിസൈസ് ചെയ്ത്, അപ്പം നോർമലി എന്താ എന്നെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ആ അറ്റാക്ക് ചെയ്തതും ആ പറഞ്ഞത് എൻ്റെ ജോലിയെക്കുറിച്ചാണ്. അതെ. അപ്പം ഞാൻ വേറെ, ജോലി വേറെ. അപ്പോൾ ഈ പറഞ്ഞ തെറ്റുകളിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ആ ജോലിയിൽ നിന്ന് ഞാൻ അവിടെ മനസ്സിലാക്കി അതിനുള്ള സ്റ്റെപ്സ് എടുത്തതിൽ ആ ക്രിറ്റിസിസം വരെ എനിക്ക് ഗ്രോത്തിലേക്കുള്ളൊരു സ്റ്റെപ്പാണ്. അത് സെൽഫ് ലവ് ഉണ്ടെങ്കിലാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പോരാതെ ഈ സെൽഫ് ലവ് ഉണ്ടെങ്കിലാണ് മറ്റുള്ളവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ലവ് അന്വേഷിച്ച് നടക്കുന്ന ഒരാളായിട്ട് മാറുന്നുള്ളതാണ്. ലവ് എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങോട്ട് കിട്ടുന്നതല്ല, അതെ, അത് അങ്ങോട്ടുള്ളൊരു ഫീലാണ്. എക്സാക്ട്ലി. നമ്മുടെ ഉള്ളിൽ എത്ര ലവ് ഇല്ലയോ അത്ര ലവ് നമ്മൾ പുറത്ത് അന്വേഷിക്കുന്നുള്ളതാണ്, അല്ലേ? അത് ശരിക്കും നമ്മുടെ ഉള്ളിലെ സ്കാസിറ്റി ആണ് പുറത്ത് നമ്മൾ അന്വേഷിക്കുന്നത്. നേരത്തെ ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ കപ്പിൾസിൻ്റെ കാര്യം പറഞ്ഞില്ല. കപ്പിൾസ് ഇതേപോലെ തന്നെയാണ്. ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് സ്നേഹം അന്വേഷിക്കും, ഭർത്താവും ഭാര്യയുടെ അടുത്ത് സ്നേഹം അന്വേഷിക്കും. ശരിക്കും ഒരു കപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിററാണ്. അതെ. കാരണം എൻ്റെ സ്വഭാവം ഇത്രയും നാൾ എൻ്റെ കൂടെ ജീവിച്ച് എന്നെ എല്ലാ രീതിയിലും കണ്ട എൻ്റെ ഭാര്യയ്ക്ക് വളരെ നന്നായിട്ട് എനിക്ക് എന്നെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അവിടെ നിന്ന് എനിക്കറിയാൻ പറ്റും. അതെ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയുന്നതെല്ലാം എൻ്റെ മിററിങ് ആണ്. എല്ലാം എടുക്കണം എന്നല്ല, പക്ഷെ നമുക്കൊരു സ്ഥലത്ത് നമുക്കറിയാം എന്തൊക്കെ എടുക്കണം എന്നുള്ളത്, അല്ലേ? ആ സാധനം കൃത്യമായിട്ട് മിറർ ചെയ്ത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും വരുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനുള്ള സാധനമാണത്. അതെ. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, പുള്ളി ഹൈലി സ്പിരിച്വൽ മനുഷ്യനാണ്, സാത്വിക് മനുഷ്യനാണ്. പുള്ളി ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളിനെ, കാരണം പുള്ളി റിയാക്ട് ചെയ്യുന്നില്ല സിറ്റുവേഷനോട് വേണ്ട രീതിയിൽ, പുള്ളി അഗ്രസീവ് അല്ല, പുള്ളി ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് പേഴ്സൺ അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. ഇദ്ദേഹം ആണെങ്കിൽ വിചാരിച്ചിരുന്ന കല്യാണം ഒരു റോസി ആൻഡ് റോസി കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. കാര്യങ്ങൾ മാറുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും കിട്ടുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, പുള്ളിയുടെ കാർമിക് ജേണിയിൽ പുള്ളിക്ക് വേണ്ട ഗ്രോത്തിനുള്ള ഒരു ഇമ്പാക്റ്റാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു വളമാണ് ഭാര്യയുടെ ഈ രീതിയിലുള്ള ബിഹേവിയർ.
അല്ലെങ്കിൽ പുള്ളി വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് എന്തുണ്ടോ അവിടെ ആ രീതിയിൽ ജീവിച്ച് പോയേനെ. പക്ഷേ ഇവിടെ പുള്ളി അതിനെയൊക്കെ വീണ്ടും ചിന്തിച്ച് എന്തൊക്കെ എഫേർട്സ് കൂടുതലെടുക്കണം ഞാൻ എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും ബാലൻസും സ്പിരിച്വാലിറ്റിയും കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ എടുക്കണം എന്നുള്ള, അപ്പോൾ ഒരു ലെവലിൽ കൂടുതൽ ഗ്രോ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ആ മിറർ കിട്ടി, ഭാര്യയ്ക്ക് ഇവിടെ നിന്നുള്ള മിററും കിട്ടി. ഭാര്യയ്ക്കൊരു മേ ബി ഞാൻ പറയുവാണ് മേ ബി ഒരു ഫാൻറ്റസൈസ്ഡ് കൈൻഡ് ഓഫ് തോട്ട്സ്. കാരണം ഒരു പ്രായത്തിൽ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ തോട്ട്സ് ഉണ്ടാവും എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയായിരിക്കണം എന്നുള്ള തോട്ട്സ്. ഇതൊരു ഹോപ്പാണ്, എക്സ്പെക്റ്റേഷനാണ്. ഈ എക്സ്പെക്റ്റേഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതം എന്തിന് ഞാനിത് തിരഞ്ഞെടുത്തു എന്നുള്ളൊരു തോട്ടിലേക്ക് ചോദ്യം വരും. പക്ഷേ ഇവിടെയൊക്കെ ഇൻസൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരെടുക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ ലൈഫ് വേറൊരു ഡിഫറെൻറ്റ് ലെവലിലേക്ക് പോവും. അപ്പോൾ കപ്പിൾ റിലേഷനിലെ സഫറിങ്ങും ഒരു മിററിങ് ആണെന്നും അത് പോസിറ്റീവായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഇവിടെ ഈ ഒരു സാധനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സാധനം തന്നെ നമുക്ക് കോച്ചിങ്ങിലും നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇവരെടുത്ത സാധനങ്ങൾ സഫറിങ് അവർ എടുത്തുള്ളിലേക്ക് ഇത്രയും നാൾ കൊണ്ടുവന്നല്ലോ, ഇത് ഇവർക്ക് ഒത്തിരി സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. അവരൊരു നല്ലൊരു പോയിന്റിലാണ്, ഒരു പ്ലാറ്റ്ഫോം, നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. കാരണം അത്രയും അനുഭവിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് ഇതിനെ മാറ്റാൻ എളുപ്പമാണ് അവർ റെഡിയാണെങ്കിൽ. അപ്പം നമ്മളല്ല ഇത് ചെയ്തു കൊടുക്കുന്നത്, നമ്മളവർക്ക് ജസ്റ്റ് അതിനുള്ള ചെറിയ സീഡ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അവർ റെഡിയാണ്. കാരണം എന്നെ തിരഞ്ഞെടുക്കുന്നത് ആസ് എ കോച്ച് അവർ തിരഞ്ഞെടുക്കുന്നതിലുപരി കാലം അവരെ കൊണ്ട് തിരഞ്ഞെടുപ്പിക്കുന്നതാണ്. ഇത് എന്താ പറയുക, അവർക്കത് മാറ്റാൻ സമയമായെങ്കിൽ നമ്മളാണ് അത് ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മളോട് കൃത്യമായിട്ട് അവർ എവിടെയില്ലാത്ത രീതിയിൽ അന്വേഷിച്ച് വരുന്നുള്ള. വളരെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചിലവരൊക്കെ എൻ്റെ നമ്പർ തപ്പിയെടുത്ത് കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്ക് എവിടെയോ എങ്ങനെയോ കിടന്നേച്ച ആൾക്കാർ, ഒരു ബന്ധവും കാലങ്ങളായിട്ടില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഒരു സംസാരത്തിൽ മനോജ് അന്നുണ്ടായിരുന്ന ആൾ അല്ലേ, ആ പുള്ളി ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ നമ്പർ എടുത്ത് വന്ന് സംസാരിച്ചിട്ട് എന്താണ് നല്ല രീതിയിൽ മാറിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ശരിക്കും അവർക്ക് മാറേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുത്തല്ല. ആ ഒരു എന്താ പറയുക, ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ആളാണത്. ആ ഇൻസ്ട്രുമെൻറ്റിനെ ആ ഒരു യൂണിവേഴ്സിലൊരു അലൈൻമെൻ്റ് ഉണ്ടല്ലോ, കർമാസ് തീർക്കാൻ ആരൊക്കെ തമ്മിൽ ബന്ധപ്പെടുന്നത്. ഇപ്പം നമ്മൾ തമ്മിൽ ഇവിടെ ഇരിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. കാരണം സോൾ കോൺട്രാക്റ്റ്, അതുപോലെ ആരെ എവിടെ എപ്പോൾ കണക്ട് ചെയ്യണം, ഇതെല്ലാം ഓൾറെഡി ഒരു വേറൊരാൾ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ഈ എസ്പെഷ്യലി ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആ ഡിസ്കണക്റ്റ് ആവുന്ന സമയത്ത് അവരുടെ ബോഡി ഇൻഡ്യൂസ് ലൈഫിലേക്ക് അവർ മാറുമ്പോൾ അവർ ലോസ്റ്റ് ആയി പോകുന്നു. നമ്മൾ ഈ സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയണമെന്ന് വെച്ചാൽ ആ ഒരു കണക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ടൈമിൽ കണക്ട് ചെയ്ത് തരാൻ അവിടെ നിന്ന് പറ്റും, ആ ഒരു പ്രോസസ്സിൽ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിൻ്റെ എല്ലാ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം, അവരുടെ ലൈഫിൽ അവർ ഇവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചില കേസിൽ ഇപ്പോൾ എനിക്കിത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ ഒന്ന് ഇരുത്തിയിട്ട് ഒരു ചെറിയൊരു ഹിപ്നോട്ടിസം പ്രോസസ്സിലൂടെ നിനക്കത് കിട്ടുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിൽ വന്നിട്ട് ഓഷോ പറഞ്ഞൊരു പോയിന്റിലെത്തും. ഇനി എന്ത് കിട്ടി, ഇനി എന്ത്, ശരിയാണല്ലോ, ഇത് കിട്ടിയല്ലോ, ഇവിടെയാണ് ജീവിതം തുടങ്ങുന്നത്. അത് അവിടെയാണ് അങ്ങനെയുള്ള. അപ്പം ഇത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് പെയിനെ എടുത്ത് മാറ്റാൻ പറ്റും. ആ പ്രോബ്ലം, ഈ പ്രോബ്ലത്തിന് എൻജോയ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് പോയാൽ വാട്ട് നെക്സ്റ്റ് എന്ന് അറിയില്ല അവർക്ക്. അപ്പം അവിടെ നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ പറയണത്, കോച്ചിങ്ങിൽ നമ്മൾ ഒന്ന് ഹീൽ ചെയ്യും. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നർ ചൈൽഡ് ഉണ്ടാവും, ചെറുപ്പത്തിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതൊന്ന് നമ്മൾ തെറാപ്പിയിലും അല്ലെങ്കിൽ NLP വഴിയൊക്കെ നമ്മൾ അതിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവർ സ്റ്റേബിളായി കഴിഞ്ഞാൽ ഈ സ്റ്റെബിലിറ്റി നിർത്താനുള്ളൊരു പ്രോസസ്സ് വേണം. കാരണം ഇവർ വീണ്ടും ഇതിലേക്കാണ് പോകുന്നത്. സാധാരണ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഇനിയും പ്രശ്നങ്ങൾ കയറി വരാം അകത്തേക്ക്. അപ്പോൾ അവർക്ക് കുറച്ച് പ്രാക്ടീസസ് ഉണ്ടെങ്കിലാണ് അവർ ആ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. 3 ഈ പറയുന്ന പോലെ വാട്ട് നെക്സ്റ്റ്, അതായത് ഒരു ലൈഫ് പേർപ്പസ് അവർക്ക് മുമ്പിൽ അവരുടെ കയ്യിലുണ്ട്, പക്ഷെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലൈഫ് പേർപ്പസും കൂടെ അവരെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എങ്ങനെ ഗോളിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള രീതിയും കൂടെ അവർ തന്നെ ഡിസൈൻ ചെയ്യും അവരുടെ ലൈഫ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇത് നിങ്ങൾ ഒരുവിധം അലൈൻ ചെയ്ത് കൊടുത്താൽ തന്നെ അവർക്ക് അവരുടെ ഓൺ ഇൻറ്റ്യൂഷൻസിന് റീഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും
അതാണ് റൊജേറിയൻ തെറാപ്പിയിൽ മെയിനായിട്ട് പറയുന്ന ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചിലും പറയുന്നത് അതാണ്. ആളുടെ ഉള്ളിൽ തന്നെ എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട്. പക്ഷെ അത് മറഞ്ഞു കിടക്കുവാണ് അതെ. ഡ്യൂ ടു ഓൾ ദിസ് തോട്ട്സ്. അത് വെയിലായിട്ട് കിടക്കുവാണ്. അതിനെ അൺകവർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ദംസെൽസ് ഐഡന്റിഫൈ ആൻഡ് ടേക്ക് ദ സൊല്യൂഷൻസ്. ഈ ലോകത്ത് സക്സസ്ഫുൾ ആയ ആൾക്കാരെല്ലാം എന്തുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ അതെ ദാറ്റ് ഈസ് ഹൗ ദേ അവരുടെ ഇൻറ്റ്യൂഷൻ ആ മെസ്സേജിനെ പുള്ളി എക്സിക്യൂഷനിൽ കൊണ്ടുവന്നു. അതെ അതെ തീർച്ചയായിട്ടും. ആൻഡ് ഹി സക്സസ്ഫുൾ. പുള്ളി ഒരു എഞ്ചിനീയറോ ബാങ്ക് മാനേജറോ ആയി മാറിയിരുന്നെങ്കിൽ ആരും അറിയപ്പെടാതെ ബാങ്ക് മാനേജറായി മാറിയനെ. ഒരു പക്ഷേ അദ്ദേഹത്തിനൊപ്പം കളിക്കേണ്ട മറ്റു പലരും ഇന്ന് ബാങ്കിലിരിക്കുന്നത്. ബാങ്കിലിരിക്കുന്നുണ്ട്, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതാണ് അൾട്ടിമേറ്റ് അലൈൻമെന്റ് എന്ന് അതെ പറയുന്നത്. അതെ തീർച്ചയായിട്ടും. എനിവേ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. ബട്ട് എനിവേ ലോജിക്കലി നമ്മൾ അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹൗ ദ തിങ്സ് വർക്ക് വിത്ത് എക്സ്പേർട്സ് ആയിട്ടുള്ള പേരുകളും ബുക്കുകളും ഒക്കെ മെൻഷൻ ചെയ്തിട്ട് തന്നെ നമുക്ക് കുറെ പറയാൻ പറ്റിയിട്ടുണ്ട്. അതെ. ഇനിയും ചിലപ്പോൾ കമൻസ് വരാം. അതെ. ഞാൻ പരമാവധി നമ്മുടെ ഈ പറയുന്ന ലോജിക് മൈൻഡിലേക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ടാണ് നോക്കിയത് ഇത്. കാരണം അതിനപ്പുറത്തേക്ക് കൂടുതൽ പോയാലും അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ That challenge is all very. അതെ അതെ. എനിവേ മനോജ്, അപ്പോൾ ഒരു നല്ലൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും മെസ്സേജ് ഇഫ് യു വാണ്ട് ടു ഗീവ്? ലൈഫ് നമുക്ക് വളരെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഫെയിൽ ചെയ്യുന്ന ഓരോ ദിവസവും, ഇൻക്ലൂഡിങ് നമ്മുടെ ബ്രെത്ത്. ഒരു ദിവസം 23,000 ബ്രെത്ത്, 20,000-23,000 ബ്രെത്ത് നമ്മൾ ഒരു മനുഷ്യനെ എടുക്കുന്നുണ്ട് അല്ലേ? ഈ ഓരോ ബ്രെത്തിലും ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് കോൺഷ്യസ് ആയിട്ട് നമ്മളത് ചെയ്യുമ്പോഴാണ് ആ പോസിബിലിറ്റി അവിടെ തെളിഞ്ഞു വരുന്നത്. ഓരോ ബ്രെത്തും ഒരു പോർട്ടലാണെന്ന് പറയുന്നത്, ക്വാണ്ടം പോർട്ടൽ. ഒരു ഗേറ്റ് വേ ആണെന്ന് പറയണം ഓരോ ബ്രെത്തും. അപ്പോൾ ആ ഓരോ ബ്രെത്തിനെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് എങ്ങനെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ചിലവഴിക്കുന്നു, അത്രയും ജീവിതത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ ക്വാളിറ്റി നമ്മൾ കൂട്ടുവാണ്. പക്ഷേ അതിന് ഈ പറയുന്ന നേരത്തെ പറഞ്ഞതെല്ലാം ഒരു പരിധിവരെ ഇല്ലാതായാലാണ് ഇപ്പുറത്തേക്കുള്ള പോസിറ്റിവിറ്റിയിലേക്കുള്ള സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ലൈഫിലേക്കുള്ള സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ എന്തൊക്കെയാണ് അതിനെ തടഞ്ഞു വച്ചിരിക്കുന്നതെങ്കിലും അതിനെ മാറ്റിയാലാണ് ഇതിലേക്ക് വരാനുള്ളൊരു പ്രചോദനവും സ്വാധീനവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഫോക്കസ് കൊടുത്തത് എന്തായാലും ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്താൽ എന്തായാലും ആ ക്വാളിറ്റി അച്ചീവ് ചെയ്താൽ നിങ്ങൾ പോവില്ല. ദാറ്റ്സ് ഗ്രേറ്റ്. നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചത് മനോജായിട്ടാണ്. അപ്പോൾ മനോജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഇനി രണ്ടാമതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഐ ആം ഗോയിങ് ബാക്ക് ടു ദ പോയിന്റ് വെർ വി സ്റ്റാർട്ടഡ്. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഉത്തരവാദി ഒരു പരിധിവരെ നമ്മളാണെങ്കിലും അതിൻ്റെ അപ്പുറത്ത് നമ്മളറിയാത്ത എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട്. അതറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളെ എന്നേക്കുമായിട്ടൊരു പക്ഷെ മാറ്റാനായിട്ട് സാധിക്കും. ഈ ഒരു അവയർനെസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഒരു പരിധിവരെ നിങ്ങളുടെ ജനറേഷൻസിനെ മാറ്റാനുള്ള സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളിലേക്കും ഇത് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് തിരിച്ചു, അവർക്ക് പിന്നീട് അങ്ങോട്ടും. അപ്പോൾ ഒരു ജനറേഷണൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷണൽ ആയിട്ടുള്ള ഒരു സ്കിൽ സെറ്റിനെ കുറിച്ച് എല്ലാവരും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കിൽ സെറ്റിനെ കുറിച്ചാണ് ആക്ച്വലി നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഈവൻ ദോ നമ്മളതൊരു പ്രോബ്ലം സൊല്യൂഷൻ ഓറിയൻറ്റഡ് കോച്ചിങ് പ്രോഗ്രാമിൻ്റെ രീതിയിലാണ് പോയതെങ്കിലും ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ച കാര്യങ്ങൾ. സ്പിരിച്വാലിറ്റി, സൈക്കോളജി, ഹെൽത്ത്, ഹൗ ഹ്യൂമൻ ബോഡി വർക്ക്സ്, എന്താണ് ഈ അലൈൻമെൻറ്റ്, എന്താണ് ലൈഫ് പർപ്പസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നിങ്ങളുടെ റിയൽ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. വിഷിങ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഞാൻ മനോജിൻ്റെ നമ്പർ ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഹാവിങ് എ ബ്യൂട്ടിഫുൾ ലൈഫ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ്. Catch up in the next podcast. Till then, take care. Bye bye.